ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ട്രൂ ടേണിന്റെ എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ SCRT സീരീസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ SCRTയിലെ എക്കണോമിക്സ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചിത്രത്തിൽ കുറെ തൊഴിലുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ടീച്ചിങ് ഉണ്ട്, അതുപോലെ നിർമ്മാണ പ്രവർത്തനമുണ്ട്, കൃഷിയുണ്ട്, അതുപോലെ മറ്റേ തടിയുടെ ഒക്കെ കാര്യങ്ങളുണ്ട്. ട്രാഫിക്കിൽ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്, ഡ്രൈവർമാരുണ്ട്, ട്രാഫിക് ജോലിയുണ്ട്, അതുപോലെ നെയ്ത്ത് ജോലിയുണ്ട്, പിന്നെ കൃഷി, ഇവിടെ ബാങ്കിങ് സേവനം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ചിത്രത്തില് പല ടൈപ്പ് ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള തൊഴിലുകളിലൂടെയാണ് അവര് വരുമാനം കണ്ടെത്തുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്തിനാ ജോലി ചെയ്യുന്നത്? പൈസ കിട്ടാനായിട്ടാണ്. നമ്മൾ എന്തിനാ ജോലി ചെയ്യുന്നത്? വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതേ കണക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തൊഴിലുകളിലൊക്കെ അവര് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സമ്പത്ത് ഉണ്ടാക്കി തരുന്ന അല്ലെങ്കിൽ തൊഴിൽ നൽകുന്ന ആ വരുമാനം ഉണ്ടാക്കി തരുന്ന തൊഴിലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? വരുമാനം നൽകുന്ന തൊഴിലുകളെയാണ് നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? കൃഷിയുമായി ബന്ധപ്പെട്ടതുണ്ട്, വ്യവസായം, നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്, പിന്നെ നമ്മൾ ബാങ്ക് പറഞ്ഞില്ലേ, ബാങ്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സേവനം അല്ലെ. സേവനവുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കും പറഞ്ഞു. അപ്പൊ കൃഷിയായിട്ട് ബന്ധപ്പെട്ടവ, വ്യവസായം, നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയായിട്ട് ബന്ധപ്പെട്ടവ, സേവനവുമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെയാണ് നമ്മൾ ആ ചിത്രത്തിൽ കണ്ടത്. അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് ഈ 3 മേഖലകളുമായി നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സമ്പദ്ഘടനയിലെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമുക്ക് 3 മേഖലകളായി തിരിക്കാം. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വരുമാനം നൽകുന്ന തൊഴിലുകളെയാണ് നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സമ്പദ്ഘടനയിലെ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലെ ഓരോ കാര്യങ്ങളെ പറ്റി നോക്കാം. അതിനു മുമ്പ് ഇതാരാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയണം. ആരാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് ഈ പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, മുമ്പ് നിലനിന്നിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO CSO മുമ്പ് നിലനിന്നിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നമ്മുടെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും മെർജ് ചെയ്ത് ലയിച്ചിട്ടാണ് എന്തുണ്ടായത്? നമ്മുടെ NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞത്? നമ്മുടെ മുന്നേ നിലനിന്നിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ഒന്ന് ചേർന്ന് ലയിച്ചിട്ടാണ് എന്ത് ഫോം ചെയ്തത്? NSO രൂപീകരിച്ചത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ NSO രൂപീകരിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? NSO. ഓക്കെ, അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ, നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും അതിനെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ്, സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ് NSO. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത് സഹായിക്കൂലേ? സാമ്പത്തിക സ്ഥിതിയാണ്, നമ്മൾ അതിന്റെ വിവരങ്ങളാണ് ശേഖരിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് എന്തിനെയൊക്കെ സഹായിക്കും? സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിനും ഒക്കെയാണ് ഈ ഒരു കണക്കുകൾ സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തിനൊക്കെയാ സഹായിക്കുന്നതെന്ന് നോക്കി വെച്ചേക്ക. അപ്പൊ നമ്മുടെ ഈ ഒരു NSO തയ്യാറാക്കുന്ന സ്ഥിതി വിവര കണക്കുകൾ എന്തിനെയൊക്കെ സഹായിക്കും? സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കാൻ സഹായിക്കും, സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സഹായിക്കും, സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കാനും സഹായിക്കും. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ NSOയുടെ വിവരം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആരാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്? സാമ്പത്തിക വിവരങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് NSO ആണെന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ,
ഇനി ഓരോ മേഖലയെ പറ്റിയും പഠിക്കുകയാണ്. പ്രാഥമിക മേഖല എന്താണ്? പ്രാഥമികം ആദ്യത്തെ പ്രൈമറി സെക്ടർ. ഓക്കെ, എന്താണ്? പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രാഥമിക മേഖലയിലുള്ളത്. അപ്പം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്തിനെ ആശ്രയിക്കും? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എർത്തിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ ആശ്രയിക്കുകയാണെങ്കിൽ അത് പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെട്ടു വരിക. പ്രകൃതി വിഭവങ്ങളെ ആശ്രയിക്കുന്ന കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം ഇതെല്ലാം ഏത് മേഖലയുടെ ഭാഗമാണ്? പ്രാഥമിക മേഖലയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ ഏതൊക്കെയാന്ന് ഒന്നുകൂടെ പറഞ്ഞേ. കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം ഏത് മേഖലയാണ് വരുന്ന? പ്രാഥമിക മേഖലയിലാണ് വരുന്നത്. ഓക്കെ, കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന മേഖല ആയതിനാൽ ഈ ഒരു പ്രാഥമിക മേഖലയെ നമുക്ക് എന്തെന്നും പറയാം? കാർഷിക മേഖല എന്നും പറയാം. എന്താണ്? കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ കൃഷിക്കും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന മേഖല ആയതിനാൽ പ്രാഥമിക മേഖലയെ നമുക്ക് കാർഷിക മേഖല എന്നും പറയാം. ഓക്കെ, അപ്പം പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നറിയപ്പെടാനുള്ള കാരണം മനസ്സിലായല്ലോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് എന്താണ്? ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവരക്കണക്കുകൾ തയ്യാറാക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സമ്പദ്ഘടനയിലെ ഓരോ മേഖലയും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓരോന്നിനെയും അവർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇന്ത്യയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. 3 മേഖലകളായിട്ട് തിരിച്ചു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. കാർഷിക മേഖല എന്ന് പ്രാഥമിക മേഖല അറിയപ്പെടുന്ന കാരണം എന്താണ്? നമ്മുടെ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നറിയപ്പെടുന്നത്. കാർഷിക മേഖല പ്രാഥമിക മേഖല എന്നറിയപ്പെടാൻ കാരണം എന്താണ്? പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി ഉൽപാദന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് കാർഷിക മേഖലയെ പ്രാഥമിക മേഖല എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുന്ന സ്ഥാപനം ഏതാണ്? നമ്മുടെ NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളെ പട്ടികയാക്കി പഠിക്കാം. ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ തൊഴിലുകളാണ് ഏതൊക്കെ മേഖലയിൽ ഉൾപ്പെടുന്നത് എന്നാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രാഥമിക മേഖല നമ്മൾ പറഞ്ഞു പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് പ്രയോജനപ്പെടുത്തുന്ന മേഖലയാണ് അല്ലെ. അപ്പൊ ഏതൊക്കെ വരും? കൃഷിയും അനുബന്ധ വ്യവസായങ്ങളും പ്രാഥമിക മേഖലയാണ്. വനപരിപാലനം പ്രാഥമിക മേഖലയാണ്. മത്സ്യബന്ധനം പ്രാഥമിക മേഖലയാണ്. ഖനനം പ്രാഥമിക മേഖലയാണ്. കന്നുകാലി വളർത്തലും പ്രാഥമിക മേഖലയാണ്. അപ്പൊ ഏതൊക്കെയാ പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിൽ വരിക? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, കന്നുകാലി വളർത്തൽ. ഓക്കെ അല്ലേ? ഇതെല്ലാം നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് യൂസ് ചെയ്യുന്ന മേഖലകളല്ലേ. ഇനി സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി സെക്ടറിൽ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിലെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മേഖലയാണ് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. ഏതൊക്കെ വരും? വ്യവസായം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ. അപ്പൊ ഒന്നാലോചിച്ച് നോക്കെ, വ്യവസായത്തിൽ എന്തിന്റെ വ്യവസായമാണെങ്കിൽ, ഇപ്പം തുണി വ്യവസായമാണെങ്കിൽ നമ്മുടെ പരുത്തി എന്ന് പറയുന്ന അസംസ്കൃത വസ്തു എവിടെ നിന്നാണ്? കൃഷിയിൽ നിന്നാണല്ലേ കിട്ടുന്നത്. അത് നമ്മുടെ പ്രാഥമിക മേഖലയിലാണ് വരുന്നത്. വൈദ്യുതി നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. എക്സാമ്പിൾ ജലവൈദ്യുത നിലയത്തിൽ നിന്നുണ്ടാക്കുന്നതാണെങ്കിൽ ജലം അല്ലെ, നമ്മുടെ പ്രകൃതിയിലെ വിഭവം അല്ലേ ജലം. കാറ്റാണെങ്കിലും പ്രകൃതി വിഭവം അല്ലേ. അപ്പം വൈദ്യുതി നമ്മൾ പ്രൈമറി യൂസ് ചെയ്യുന്ന നമ്മുടെ പ്രാഥമിക മേഖലയിലെ സാധനങ്ങൾ വെച്ചിട്ടാണ്, പ്രകൃതി വിഭവങ്ങളെ യൂസ് ചെയ്തിട്ടാണ് പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് അടുത്തൊരു കാര്യമായിട്ട് മാറ്റുന്നതാണ് ദ്വിതീയ മേഖലയിൽ വരുന്നത്. ഗ്യാസ് ആണെങ്കിലും നമ്മുടെ മീഥേൻ കണക്കുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കും അല്ലെ. പശുവിന്റെ ചാണകത്തിൽ നിന്നൊക്കെ നമുക്ക് ഗ്യാസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ പ്രകൃതി വിഭവങ്ങളെ നമ്മൾ നേരിട്ടല്ലാതെ ഇൻഡയറക്ട്ലി യൂസ് ചെയ്യുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. ഓക്കെ, ജലവിതരണം, ജലം, നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിൽ പല കാര്യങ്ങൾ ഉപയോഗിക്കും. എക്സാമ്പിൾ മണ്ണ് ഉപയോഗിച്ച് നമ്മൾ കല്ലുണ്ടാക്കുന്നു, ഫാക്ടറി കൊണ്ടുപോയി കല്ലുണ്ടാക്കുന്നു, കല്ല് വെച്ചിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു അല്ലെ. അപ്പൊ ഇതെല്ലാം ഏത് മേഖലയാണ്? ദ്വിതീയ മേഖലയാണ്. വ്യവസായം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത നമ്മുടെ തൃതീയ മേഖലകളിലേക്കാണ് വരുന്നത്. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? സേവന മേഖല എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. തൃതീയ മേഖല സേവന മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്നറിയപ്പെടാൻ കാരണം നമ്മൾ പറഞ്ഞു. ദ്വിതീയ മേഖലയെ വ്യവസായ മേഖല എന്നറിയപ്പെടാൻ കാരണം എന്താണ്? വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മേഖല ആയതുകൊണ്ടാണ് ദ്വിതീയ മേഖലയെ വ്യാവസായിക മേഖല എന്ന് പറയുന്നത്.
ഇനി സേവനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മേഖല ആയതുകൊണ്ടാണ് തൃതീയ മേഖലയെ സേവന മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ഈ സേവനം ഏത് മേഖലയ്ക്കാണ് കൊടുക്കുന്നത്? നമ്മുടെ ഈ രണ്ട് മേഖലയ്ക്കും കൊടുക്കും. ഓക്കെ, പ്രൈമറി സെക്ടറിനും തൃതീയ മേഖലയുടെ സേവനം കൊടുക്കും, സെക്കൻഡറി സെക്ടറിനും തൃതീയ മേഖലയുടെ സേവനം കൊടുക്കും. അതായത് ഈ പറയുന്ന പ്രാഥമിക ദ്വിതീയ മേഖലകൾ ആരുടെ സേവനം പ്രയോജനപ്പെടുത്തും? തൃതീയ മേഖലയുടെ സേവനം പ്രയോജനപ്പെടുത്തും. ഇവിടെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ പരുത്തി കൃഷി ചെയ്യുന്നു. ഓക്കെ, പരുത്തി കൃഷി ചെയ്തു. പരുത്തി കൃഷി ചെയ്തിട്ട് വ്യവസായശാലയില് ഫാക്ടറിയിൽ എത്തിക്കുന്നു. ഓക്കെ, പ്രാഥമിക മേഖലയിൽ നിന്ന് പരുത്തി കൃഷി ചെയ്തെടുത്തു. ഈ പരുത്തിനെ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ടല്ലേ വ്യവസായശാലയിൽ എത്തിക്കുക? ഒരു വണ്ടിയിലായിരിക്കില്ലേ കൊണ്ടുവന്നത്. അപ്പൊ അത് ഏതിലാണ് വരിക? അത് നമ്മുടെ സേവന മേഖലയിലാണ് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ വരിക. അവിടുന്ന് ഇവിടെ എത്തി? ഫാക്ടറിയിലെത്തി. ഫാക്ടറിയിലെത്തി പരുത്തിനെ എന്താക്കി മാറ്റി? തുണിയാക്കി മാറ്റി. ഓക്കെ, തുണിയാക്കി മാറ്റി. അപ്പൊ തുണിയാണ് ഈ ദ്വിതീയ മേഖലയിൽ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. അതിനുശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യണം? വ്യാപാരം ചെയ്യണം അല്ലെ? വ്യാപാരം ചെയ്യാനായിട്ട് വീണ്ടും എന്താണ്? കച്ചവടം നടത്തി, വ്യാപാര വാർത്താവിനിമയ സൗകര്യമൊക്കെ പ്രയോജനപ്പെടുത്തി വണ്ടി വിളിച്ച് അതായത് സ്ഥലങ്ങളിലൊക്കെ, സംഭരണശാലകളിലൊക്കെ കൊണ്ടെത്തിക്കും, അല്ലെങ്കിൽ കടകളിലൊക്കെ എത്തിക്കും. എത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവരത് വിൽക്കും അല്ലെ? വിൽക്കുമ്പം ബാങ്കിങ് സേവനം അവിടെ പ്രയോജനപ്പെടുത്തത്തില്ലേ? വാണിജ്യം നടത്തും. വാണിജ്യം നടത്തുമ്പം അതിനുള്ള പേയ്മെന്റ് ബാങ്കിങ് ത്രൂ നടക്കും. പിന്നെ ഇതിന് എന്തെങ്കിലുമൊക്കെ അപകടം അല്ലെങ്കിൽ ഇത് നശിച്ചു പോയാലും ചെയ്ത ഇൻഷുറൻസ് ഉണ്ടാവും. പിന്നെ റിയൽ എസ്റ്റേറ്റ്, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഏതിലാണ് വരുന്നത്? തൃതീയ മേഖലയിലാണ്. അപ്പൊ തൃതീയ മേഖലയിൽ വരുന്ന എന്താണ്? സേവനങ്ങളെല്ലാം തന്നെ ഏത് മേഖലയിലാണ് വരുന്നത്? തൃതീയ മേഖലയിലാണ് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ സേവനങ്ങൾ? വ്യാപാരം, വാണിജ്യം, ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും, ഗതാഗതം, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചു വെച്ചേക്കാം. അപ്പൊ നമ്മൾ പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് പഠിച്ചു. ഓക്കെ, ഇത് PSCയുടെ റിപ്പീറ്റഡ് PYQ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ആ ഒരു ഏരിയയിൽ ഏതൊക്കെ വരുമെന്നൊക്കെ നോക്കി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റിൽ കിടക്കുന്ന നമ്മൾ എടുക്കുമ്പോൾ ഓരോ സെക്ഷന്റെയും താഴെ ഇതിനൊക്കെ ഓരോ ചാർട്ടിൽ ഏതൊക്കെ മേഖല വരും എന്ന് എഴുതാനുണ്ട്. അപ്പൊ അതാണ് നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് ഒരു ഒറ്റ കോളത്തിലാക്കിയത് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ദ്വിതീയ മേഖലയെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏത് മേഖലയിലാണ് വരുന്നത്? ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. ഏതാണ്? വ്യവസായവും നിർമ്മാണവും തുടങ്ങിയ അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ദ്വിതീയ മേഖലയാണ്. ഓക്കെ, ദ്വിതീയ മേഖലയാണ്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്? ദ്വിതീയ മേഖലയിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ദ്വിതീയ മേഖല വ്യവസായത്തിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്, അതുകൊണ്ട് ഇതിനെ വ്യാവസായിക മേഖല എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ നോക്കുന്നത് തൃതീയ മേഖലയെ പറ്റിയാണ്. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഏത് മേഖലയാണ്? നമ്മുടെ തൃതീയ മേഖലയാണ്. സംഭരിക്കുക ഇമ്പോർട്ടന്റ് ആണ്. സംഭരിക്കുക ഏത് മേഖലയിലാണ് വരുന്നത്? തൃതീയ മേഖലയിലാണ് വരുന്നത്. അപ്പൊ പ്രാഥമിക ദ്വിതീയ മേഖലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു വെക്കുന്നത് ഏത് മേഖലയാണ്? തൃതീയ മേഖലയാണ്. അതിനെ വിപണനം ചെയ്യുന്നത് ഏത് മേഖലയാണ്? തൃതീയ മേഖലയാണ്. ഓക്കെ, ഇനി തൃതീയ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നത് തൃതീയ മേഖലയിലാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? നമ്മളിവിടെ കുറച്ച് ലിസ്റ്റ് പറഞ്ഞില്ലേ? വാണിജ്യം, വ്യാപാരം, ഹോട്ടലും റെസ്റ്റോറന്റ്, ഗതാഗതം, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ. ഇപ്പൊ നമ്മൾ എക്സ്ട്രാ 2 പഠിച്ചില്ല. ഏതാണ്? ആരോഗ്യം. ഓക്കെ, ആരോഗ്യം. പിന്നെ എന്താ പഠിച്ചത്? വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ ഏത് മേഖലയിലാണ്? തൃതീയ മേഖലയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചത് ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഏത് മേഖലയാന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രൈമറി സോഴ്സിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ പ്രകൃതിയിൽ നിന്ന് വരുന്നതല്ല അല്ലെ? അപ്പം അത് എന്തായാലും അതിൽ നിന്ന് വരുന്നതല്ല. വിദ്യാഭ്യാസവും അങ്ങനെ വരുന്നതല്ല. അപ്പൊ പ്രൈമറി എല്ലാം നമുക്കറിയാം. വ്യവസായശാലയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണോ? അല്ല.
ഇതൊന്നും ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളല്ല, ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുന്നതല്ല, വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അത് നമ്മുടെ എന്തെങ്കിലും സേവനം വഴിയൊക്കെ നമുക്ക് അതിൻ്റെയുള്ള ബെനിഫിറ്റ്സ് കിട്ടുകയാണ് ചെയ്യുന്നത്, ആരെങ്കിലും ഒക്കെ ചെയ്തു തരുമ്പോഴൊക്കെ കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആരോഗ്യം വിദ്യാഭ്യാസമൊക്കെ തൃതീയ മേഖലയാണെന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നാം കണ്ടു. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ തൃതീയ മേഖലയുടെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. തൃതീയ മേഖലയാണ് നമ്മുടെ ഇന്ത്യക്ക് GDP-യിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത്. ഇന്ത്യയുടെ സമ്പദ്ഘടനയിലെ ഏറ്റവും കൂടുതൽ സംഭാവന, ഏറ്റവും കൂടുതൽ പൈസ നൽകുന്നത് ഏത് മേഖലയാണ്? തൃതീയ മേഖലയാണ് കേട്ടോ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന തൃതീയ മേഖലയാണ്. ഏറ്റവും കുറവ് നമ്മുടെ പ്രാഥമിക മേഖലയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ സംഭാവന നൽകുന്ന ഏതാന്ന് ചോദിച്ചാൽ അത് പ്രാഥമിക മേഖലയാണ് കേട്ടോ. ഏറ്റവും വലിയ തൊഴിൽ ദാതാവായിട്ടുള്ള മേഖല ഏതാണ്? അത് പ്രാഥമിക മേഖലയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പൈസ സംഭാവനയായിട്ട് നമ്മുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാന്ന് ചോദിച്ചാൽ അത് തൃതീയ മേഖലയാണ്. ഓക്കെ, അതുപോലെ എല്ലാ സേവന പ്രവർത്തനങ്ങളും ഏത് മേഖലയിലാണ് വരുന്നത്? തൃതീയ മേഖലയിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ സേവന മേഖല എന്നും പറയാം. ഓക്കെ, അപ്പൊ തൃതീയ മേഖലയിലാണ് എല്ലാ സേവനങ്ങളും വരുന്നത്, അതുകൊണ്ട് നമുക്കിതിനെ സേവന മേഖല എന്നും പറയാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോക്കാനായിട്ട് പോകുന്നത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായി ക്രമീകരിക്കുന്നത് നമ്മൾ കണ്ടു. രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് ഈ മേഖലകളുടെ പരസ്പരം ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ്. അപ്പൊ ഈ ഇതിൽ ഏതെങ്കിലും ഒരു മേഖല ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളിതാ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ടേബിൾ എടുക്കുക. ഇതിൽ നമ്മൾ ഗതാഗതം ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, സേവന മേഖലയിൽ ഒരു സേവനം ലഭ്യമല്ല, ഗതാഗതം ലഭ്യമല്ല. ഇവിടുന്ന് പരുത്തി എങ്ങനെ ഫാക്ടറിയിൽ എത്തിക്കും അല്ലെ? ഫാക്ടറിയിൽ ഉണ്ടാക്കിയ തുണി എങ്ങനെ കടകളിൽ എത്തിക്കും? എന്തൊരു പാടാണ്. അപ്പം എന്താണ്, ഇത് വേണം അല്ലെ, മസ്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചാലേ നടക്കൂ. അല്ലാതെ ഇപ്പം കൃഷി, പരുത്തി ഉണ്ട്, വാഹനമുണ്ട്, തുണി എത്തിയില്ല. തുണി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ധരിക്കാൻ പറ്റൂ. അപ്പൊ തുണിയാണ് ഒരു കസ്റ്റമർക്ക് ആവശ്യം. പരുത്തി വാഹനത്തിൽ കൊണ്ട് കൊടുത്താൽ മതിയോ? പറ്റൂലല്ലോ. അപ്പം പരുത്തി വാഹനത്തിൽ കൊണ്ടുപോയി ഫാക്ടറിയിൽ എത്തിച്ച് അത് തുണിയാക്കി മാറ്റിയിട്ട് വേണം നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ അല്ലേ. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവരെല്ലാം പരസ്പരം ഇങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഉദാഹരണത്തിന് കാർഷിക മേഖലയിലെ കരിമ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ മറ്റ് രണ്ട് മേഖലകൾ എങ്ങനെയായിരിക്കും സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കരിമ്പ് ഉൽപാദനം ഏത് മേഖലയാണ്? പ്രാഥമിക മേഖലയാണ്, പ്രൈമറി സെക്ടർ ആണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ സഹായിക്കുമായിരിക്കും? യന്ത്ര സാമഗ്രികളുണ്ട്, വളങ്ങളുണ്ട്, ജലസേചനം ഇല്ലേ? ജലസേചനം ഉണ്ടല്ലേ, ജലസേചനം നടത്തും. പിന്നെ എന്തുണ്ട്? അത്യാവശ്യം നല്ല വിത്തുകൾ വേണം. കൃഷി ഇവിടെ എന്തായാലും വരുമല്ലേ, നമ്മൾ കൃഷി ചെയ്യണം. കൃഷി ചെയ്താലല്ലേ കരിമ്പ് വരത്തുള്ളൂ. ഇനി അടുത്ത തൃതീയ മേഖലയിലാണെങ്കിലോ ഗതാഗതം വേണം, സാധനങ്ങൾ കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കണം, സാമ്പത്തിക സഹായം വേണം, കച്ചവടം നടത്തണ്ടേ, വാണിജ്യം നടത്തണ്ടേ, വാണിജ്യവും വ്യാപാരവും ഒക്കെ വരും. വ്യാപാരം, അതുപോലെ ആവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് വാർത്താവിനിമയം വേണം അല്ലെ, വാർത്താവിനിമയ സഹായം വേണം. അങ്ങനെ പല കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് അവിടെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇത് പഞ്ചസാരയാക്കി ഒരു ഹോട്ടലിൽ കൊണ്ടു കൊടുക്കണമെങ്കിൽ ഹോട്ടലിൽ, റെസ്റ്റോറൻറ്റിലും ആവശ്യമായിട്ട് വരും അല്ലേ. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് വരും, നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഇങ്ങനെ എല്ലാ മേഖലകളുടെയും പരസ്പര ആശ്രയത്താലാണ് ഉൽപാദന പ്രക്രിയ പൂർത്തിയാക്കുന്നത്. അപ്പൊ എല്ലാ മേഖലയും സഹകരിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യം സാമ്പത്തിക വളർച്ചയിലേക്ക് എത്തൂ. അതുപോലെ തന്നെ പരസ്പരം ആശ്രയിച്ചാലാണ് ഉൽപാദന പ്രക്രിയയും പൂർത്തിയാകുന്നത്. അങ്ങനെ വിവിധ മേഖലകളുടെ പരസ്പര ആശ്രയത്വം ചുവടെ കൊടുത്തിരിക്കുന്നു. അത് വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം പ്രാഥമിക മേഖലയാണ് എടുക്കുന്നത്. ഇതൊരു സർക്കിൾ ആണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായല്ലോ. അപ്പൊ റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. പ്രാഥമിക മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയെന്നും, ദ്വിതീയ മേഖലയിൽ നിന്ന് തൃതീയ മേഖലയിലേക്കും, തൃതീയ മേഖലയിൽ നിന്ന് വീണ്ടും പ്രാഥമിക മേഖലയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. പ്രാഥമിക മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്ക് പോകുന്ന എന്താണ്? അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യ വസ്തുക്കളുമാണ്. ഓക്കെ, അതുപോലെ പ്രാഥമിക മേഖലയിൽ നിന്ന് തൃതീയ മേഖലയിലേക്ക് പോകുന്ന എന്താണ്? ഭക്ഷ്യവസ്തുക്കളാണ്. ഓക്കെ, ഭക്ഷ്യവസ്തുക്കൾ തൃതീയ മേഖലയിലേക്ക് ഡയറക്റ്റ് കൊടുക്കും. അവിടുന്ന് വണ്ടിയും പിടിച്ച് എവിടെയാണെങ്കിലും കൊണ്ട് കൊടുക്കുക അല്ലെ. അല്ലെങ്കിൽ അത് നമുക്ക് ഫാക്ടറിയിൽ എത്തിച്ച് വേറെ എന്തെങ്കിലും ആക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അസംസ്കൃത വസ്തുക്കളെയും ഭക്ഷ്യവസ്തുക്കളെയും നമ്മൾ ദ്വിതീയ മേഖലയിലും എത്തിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ പ്രാഥമിക മേഖലയിൽ നിന്ന് പോയത് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ ദ്വിതീയ മേഖലയിൽ നിന്ന്
പ്രാഥമിക മേഖലയിലേക്കും പോകുന്നുണ്ട്, തൃതീയ മേഖലയിലേക്കും പോകുന്നുണ്ട്. ദ്വിതീയ മേഖലയിൽ നിന്ന് പ്രാഥമിക മേഖലയിലേക്ക് പോയത് എന്താണ്? യന്ത്ര സാമഗ്രികളും നിർമ്മാണ വസ്തുക്കളുമാണ്. നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ ട്രാക്ടർ വേണ്ടേ? അപ്പൊ ആ ട്രാക്ടർ അല്ലെങ്കിൽ മണ്ണല്, നമ്മുടെ കോടാലി, മൺവെട്ടി തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ എന്താണ്? യന്ത്ര സാമഗ്രികളാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ കൃഷി നന്നായിട്ട് നടത്താൻ പറ്റും. അപ്പൊ ദ്വിതീയ മേഖലയിൽ നിന്ന് പ്രാഥമിക മേഖലയിലേക്ക് പോകുന്ന ഏതൊക്കെയാണ്? യന്ത്ര സാമഗ്രികളും നിർമ്മാണ വസ്തുക്കളുമാണ്. ഇനി ദ്വിതീയ മേഖലയിൽ നിന്ന് തൃതീയ മേഖലയിലേക്ക് പോകുന്ന എന്താണ്? യന്ത്ര സാമഗ്രികളും നിർമ്മാണ വസ്തുക്കളും. എഗെയിൻ അത് തന്നെ, തൃതീയ മേഖലയ്ക്ക് ആവശ്യമില്ല യന്ത്ര സാമഗ്രികൾ. വണ്ടി ഉണ്ടാക്കണമെങ്കിൽ യന്ത്രം വേണ്ടേ? അപ്പൊ അതൊക്കെ അവിടെയും ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി തൃതീയ മേഖലയിൽ നിന്ന് പ്രാഥമിക മേഖലയിലേക്കും ദ്വിതീയ മേഖലയിലേക്കും പോകുന്ന എന്താന്ന് നമുക്ക് നോക്കാം. തൃതീയ മേഖലയിൽ നിന്ന് പ്രാഥമിക മേഖലയിലേക്ക് വിവിധ തരം സേവനങ്ങൾ പോകും. ഓക്കെ, ഇപ്പൊ നമുക്ക് കൃഷി ചെയ്യണം, കൃഷി ചെയ്യാനായിട്ട് വിത്ത് മേടിക്കാനായിട്ട് പൈസ വേണം. അപ്പൊ കർഷകർക്ക് ലോണ് കൊടുക്കത്തില്ലേ? ലോണ് കൊടുക്കുന്ന ആരാണ്? ബാങ്ക് അല്ലേ? ബാങ്ക് ആണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ വിത്തൊക്കെ മേടിച്ചിട്ട് വലിയ രീതിയിൽ കൃഷി ചെയ്ത് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കാനൊക്കെ വാഹനം വേണം. അത് നമ്മുടെ പ്രാഥമിക മേഖലയിലേക്ക് അല്ല, തൃതീയ മേഖലയിലെ പ്രാഥമിക മേഖലയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ വിവിധ തരം സേവനങ്ങൾ പ്രാഥമിക മേഖലയ്ക്ക് ആര് കൊടുക്കുന്നുണ്ട്? നമ്മുടെ തൃതീയ മേഖല കൊടുക്കുന്നുണ്ട്. അതുപോലെ ദ്വിതീയ മേഖലയ്ക്കും അത് തന്നെയാണ്, വിവിധ തരം സേവനങ്ങളാണ് ദ്വിതീയ മേഖലയ്ക്കും കൊടുക്കുന്നത്. ദ്വിതീയ മേഖല ഫാക്ടറി അല്ലേ? നമ്മളിപ്പോ തുണിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പരുത്തി തുണി ഉണ്ടാക്കുന്ന ഫാക്ടറി. ഓക്കെ, അപ്പൊ സേവനം എങ്ങനെ വരുന്നത്? ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ നടത്തണം, ഇതിനാവശ്യമായിട്ടുള്ള പൈസ കിട്ടണം, ബാങ്കിങ് സേവനം വരും, അല്ലെങ്കിൽ ലോൺ എടുക്കാനുള്ള ബാങ്കിങ് സേവനം വരും, മറ്റു കാര്യങ്ങൾ, വാണിജ്യം, വ്യാപാരം എല്ലാം ഇതിനകത്ത് വരത്തില്ലേ? പിന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊടുക്കണ്ടേ കച്ചവടം നടത്താനായിട്ട്? അപ്പൊ എഡ്യൂക്കേഷൻ വരും, എല്ലാം വരും. ഓക്കെ, നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ മേഖലകളും ഇന്റർ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, വിവിധ മേഖലകളുടെ പരസ്പര ആശ്രയത്വം സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമാണ്. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളായി നടക്കുന്ന ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങള്? ആ ഒരു രാജ്യത്ത് സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിൽ നടക്കുന്ന ഉൽപാദനം, വിതരണം, ഉപഭോഗം, ഇതിനെയാണ് നമ്മൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഉൽപാദന ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. അപ്പൊ ഈ പറയുന്ന ഉൽപാദന ഘടകങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ ആവശ്യം പോലെ ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ ഉണ്ടാക്കി വരുന്ന ആ സംഭവം, അതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നതാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വിതരണം എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണോ വിതരണം വരുന്നത്? നമ്മളിപ്പോ ഒരു സാധനം ഉൽപ്പാദിപ്പിച്ചു അല്ലെ? അപ്പൊ ആ ഒരു ഉൽപ്പന്നം കടയിലെത്തി വിറ്റു അല്ലെ? അതിൻ്റെ നിന്ന് വരുമാനം ഉണ്ടായി. അപ്പൊ ഉൽപ്പന്നമാണെങ്കിലും വരുമാനമാണെങ്കിലും ഒരു വ്യക്തിക്ക് കിട്ടി. ഓക്കെ, ഈ ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ വ്യക്തി ഇനി എന്ത് ചെയ്യും? ഈ വ്യക്തി കടയിൽ പോയി പുള്ളിക്കാരന് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കൂലേ? അപ്പൊ ഏതെങ്കിലും ഫാക്ടറിയിലൊക്കെ ഉണ്ടാക്കുന്ന സാധനമായിരിക്കില്ലേ മേടിക്കുന്നത്? അപ്പൊ പുള്ളി അവിടെ പൈസ അങ്ങോട്ട് കൊടുത്തു. പുള്ളി ഒരു ഫാക്ടറിയിലെ ജോലിക്കാരനാണെന്ന് വിചാരിക്കുക. പുള്ളിക്ക് കിട്ടുന്ന പൈസയല്ലേ ഇങ്ങനെ പോയത്? ഈ പൈസയാണ് തിരിച്ച് ഫാക്ടറിയിൽ എത്തുന്നത്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ഫാക്ടറിയിലോ മറ്റൊരു ഫാക്ടറിയിലും കറങ്ങി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ്, അങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ പൈസ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾക്കിടയിലോ വ്യക്തികൾക്കിടയിലോ ആ ഒരു ഉൽപ്പന്നമോ വരുമാനമോ ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിതരണം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വിതരണം ചെയ്യുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ഉപഭോക്താവ് സാധനങ്ങളുടെയും സേവനങ്ങളും ഒക്കെ വാങ്ങുന്നതിനായിട്ട് വിനിയോഗിക്കും. മിച്ചം വരുന്നത് കരുതൽ ധനമായിട്ട് സമ്പാദിക്കുകയും ചെയ്യും അല്ലെ? കുറച്ച് സമ്പാദ്യമായിട്ട് മാറ്റിവെക്കും, കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഉപയോഗിക്കും. പിന്നെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനത്തെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിലല്ലേ നമ്മൾ മേടിക്കത്തുള്ളൂ. എനിക്കിപ്പോൾ ഒരു പുതിയ ഉടുപ്പ് വേണം, എനിക്കൊരു കല്യാണത്തിന് വേണം, പുതിയ ഉടുപ്പ് വേണം എന്ന് എനിക്ക് ആഗ്രഹം വരുമ്പോഴല്ലേ ഞാൻ കടയിൽ പോയി ആ തുണി മേടിക്കുക. അല്ലാതെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സിനെ പറ്റി ആലോചിക്കില്ല, ഓൾറെഡി ഉണ്ട് അത് മതി എന്ന് വിചാരിക്കൂലേ? അപ്പൊ എന്താണ്, ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട ആവശ്യമൊക്കെ വരുമ്പോഴാണ് നമ്മൾ പുതിയ ഉടുപ്പ് മേടിക്കുക. അതേ കണക്ക് തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ അതിനെ തൃപ്തിപ്പെടുത്താനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വിഭവങ്ങൾ വാങ്ങുന്നത് അല്ലെ? അപ്പൊ ഈ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
ഉപഭോഗം അല്ലെങ്കിൽ കൺസപ്ഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളായിട്ടുള്ള ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ത്വരിതപ്പെടുത്തുമ്പോഴാണ് സമ്പദ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഉൽപാദനം, വിതരണം, ഉപഭോഗം ഇത് ത്വരിതപ്പെടുത്തുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുക? സമ്പദ് വ്യവസ്ഥ പുരോഗതിയിലേക്ക് എത്തുക. ഓക്കെ ആണോ? അടുത്ത നമ്മൾ ദേശീയ വരുമാനത്തെ പറ്റിയാണ് നോക്കുന്നത്. സാമൂഹിക സാമ്പത്തിക സർവേയുടെ ഭാഗമായി നാം പലപ്പോഴും നമ്മുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാന കണക്കുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കാറുണ്ട്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഒരു വർഷം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ ശമ്പളമായിട്ടും മറ്റ് തൊഴിലുകൾ, ആസ്തി, ബാങ്ക് നിക്ഷേപങ്ങൾ ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന മൊത്ത വരുമാനമാണ് കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് അല്ലെ. ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്താണ്? ഇപ്പൊ എനിക്ക് ഒരു വഴി കൂടെ പൈസ കിട്ടുന്നുണ്ട്, ഞാനിപ്പോ പഠിപ്പിക്കുമ്പോൾ എനിക്ക് കുറെ പൈസ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡ് എന്താണ് മറ്റൊരു ജോലിക്ക് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ പുള്ളിക്കാരൻ മറ്റൊരു വഴി കൂടെ പുള്ളിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടില് എന്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും അവർക്കുണ്ടായിരുന്ന പൈസ കൊണ്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അതിന്റെ നിക്ഷേപം കൊണ്ട് അവരുടെ ചെലവുകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? വരുമാന മാർഗങ്ങളല്ലേ. അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ എന്താണ് ഒരു കുടുംബത്തിലെ ഓരോ അംഗവും പല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തില് ആ ഒരു കുടുംബത്തിന് കിട്ടുന്ന വരുമാനമാണ് കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. അതുപോലെ ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനത്തെ ആ രാജ്യത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നു. അതുപോലെ എന്താണ്? ഒരു രാജ്യത്തിന്റെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ആ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ രാജ്യത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ എന്താണ് ദേശീയ വരുമാനം? അതിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ്. എന്താണ്? പണമൂല്യമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്: സാമ്പത്തിക വർഷം, അന്തിമ പണമൂല്യം. ഓക്കെ, നോക്കി വെച്ചേക്കണം. ഈ 3 ടേംസ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ഒരു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പൊ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ സാമ്പത്തിക വർഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ എന്താണ് അന്തിമ സാധനം എന്ന് പറയുന്നത്? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്നതുകൊണ്ട് അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്ത് ഉപയോഗിക്കാവുന്നതും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ് അന്തിമ സാധനങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് നിർമ്മിച്ചെടുക്കാം പല പല സാധനങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട് കിട്ടുകയാണെങ്കിൽ അത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അല്ലെങ്കിൽ എന്താണ് ഇടനില വസ്തുക്കൾ അല്ലെങ്കിൽ ഇടനില സാധനങ്ങൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു ബിസ്ക്കറ്റ് വേണം. ഓക്കെ, നിങ്ങൾക്കൊരു ബിസ്ക്കറ്റ് വേണം എന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു കടയിൽ പോയി, നിങ്ങൾക്ക് വിശന്നിട്ടാണ് നിങ്ങൾ ബിസ്ക്കറ്റ് മേടിച്ചത്. ഒരു കവർ ബിസ്ക്കറ്റ് ആണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ബിസ്ക്കറ്റ് വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ കടയിൽ ചെന്നപ്പം കടക്കാരൻ നിങ്ങൾക്ക് കുറച്ച് മൈദാമാവ്, ഓക്കെ, മൈദാമാവും പിന്നെ കുറച്ച് പഞ്ചസാര, ഒരു 2 മുട്ടയും തന്നെന്ന് വെച്ചോ. ഓക്കെ, 2 എഗ്ഗും തന്നു. ഇനി നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, നമ്മളത് ഉണ്ടാക്കി കഴിച്ചെടുക്കണ്ടേ. അപ്പൊ ഇതിൽ ഓരോ സാധനങ്ങളും ചേർത്തിട്ടല്ലേ നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. ഇത് ചേർന്നാലാണ് നമുക്ക് ബിസ്ക്കറ്റ് കിട്ടുക. ഓക്കെ, പക്ഷെ ഇതിന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്താൽ ഇതെന്താണ്? ഇന്റർമീഡിയറ്റ്സ് ഗുഡ്സ് ആണ്. ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം, പക്ഷെ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇടനിലയിലായിട്ട് വരുന്ന ഉൽപ്പന്നങ്ങളാണ് ഇടനില സാധനങ്ങൾ എന്ന് അല്ലെങ്കിൽ ഇടനില വസ്തുക്കൾ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ബിസ്ക്കറ്റ് ഇതെല്ലാം ചേർത്ത് ഫാക്ടറിയിൽ നിർമ്മിച്ച് ബിസ്ക്കറ്റ് ഒരു കവറാക്കി തരികയാണ്. ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കഴിച്ചൂടെ? അപ്പൊ ഇതാണ് ഫൈനൽ ഗുഡ്സ്. ഓക്കെ, അപ്പൊ ഇന്റർമീഡിയറ്റ്സ് ഗുഡ്സ് എന്ന് പറഞ്ഞപ്പോ തുണിയുടെ കാര്യം പറയുകയാണെങ്കിൽ നൂലും സൂചിയും നമ്മളെ തരുന്നു. ഒരു ഡ്രസ്സ് മേടിക്കാൻ ചെല്ലുമ്പോൾ നൂലും സൂചിയും നമ്മുടെ കയ്യിൽ തന്നിട്ട് പറയുന്നു തച്ചിട്ടോ എന്ന് പറഞ്ഞാൽ വല്ല നടക്കുവോ? ഇല്ല. അപ്പം അല്ലെങ്കിൽ തുണി തരുന്നിട്ട് നമുക്കൊരു ടോപ്പാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു ഷർട്ടാണ് വേണ്ടത്, ഇപ്പം ഷർട്ടിന്റെ തുണിയോ അല്ലെങ്കിൽ ഉടുപ്പിന്റെ തുണിയോ തന്ന് ഒരു സൂചി നൂലും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സായിട്ട് ഇടാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അന്നേരം ആവശ്യമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഇത് തയ്ച്ച് തുണിയായിട്ട് ഉടുപ്പാക്കി മാറ്റിയാലല്ലേ നമുക്ക് ഇടാൻ പറ്റൂ. അപ്പൊ ആ തുണിയും സൂചിയും നൂലും ഒക്കെ അവിടെ എന്താണ്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്,
നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ കൈ കിട്ടി നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയ ആ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ എന്താണ് നമ്മുടെ സാമ്പത്തിക വർഷത്തില് ഒരു സാമ്പത്തിക വർഷത്തില് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന അങ്ങനെയുള്ള അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിലാണ് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. പണമൂല്യം എന്താണ്? നമ്മൾ പൈസ, എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്, ബുക്കിന് 10 രൂപയാണ് അല്ലെ, അല്ലെങ്കിൽ ബുക്കിന് ഒരു 50 രൂപയാണ് എന്ന് പറയുകയാണെങ്കിൽ ആ 50 രൂപയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അല്ലാതെ നമ്മൾക്കിപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ദേശീയ വരുമാനത്തിന് കൊടുക്കുന്ന എത്രയാണ് എന്ന് പറയുമ്പോൾ ഞാനൊരു 10 ബുക്ക് മേടിച്ച് 4 പേന മേടിച്ച് 5 മാർക്കർ മേടിച്ച് അങ്ങനെ സെപ്പറേറ്റ് പറയാൻ പറ്റും. അപ്പൊ അവര് കണക്ക് കൂട്ടുമ്പോൾ എത്രയാണ് ഇത്ര 20,000 പേന 30,000 പെൻസിൽ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അവിടെ വാല്യൂ ആയിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പൊ പണമൂല്യത്തിലാണ് അത് കണക്ക് കൂട്ടുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചേക്ക. ഓക്കെ അല്ലേ? ദേശീയ വരുമാനത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. അപ്പൊ ഉയർന്ന ദേശീയ വരുമാനം സൂചിപ്പിക്കുന്നത് എന്തിനായിരിക്കും? നമ്മുടെ ഉയർന്ന ദേശീയ വരുമാനം വളരെ കൂടുതലാണെങ്കിൽ അത് കാണിക്കുന്നത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയാണ്. ഓക്കെ, സാമ്പത്തിക വളർച്ചേനെയാണ് കാണിക്കുന്നത്. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, ഇതിനെല്ലാം നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലൂടെ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് ഏതെന്ന് പറയുന്നത് ദേശീയ വരുമാനം എന്ന് പറയുന്ന പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലൂടെ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് ഏതെന്ന് പറയുന്നത് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശദമാക്കുന്ന ഒരു പ്രധാന സൂചകമാണ് ദേശീയ വരുമാനം. ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാൽ എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മനസ്സിലാക്കാൻ അല്ലെ. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ്, സാമ്പത്തിക വളർച്ച എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ദേശീയ വരുമാനം ഉപയോഗിക്കാം. വിവിധ മേഖലകളുടെ സംഭാവന പ്രാഥമിക മേഖലയിൽ നിന്ന് എത്ര കിട്ടി, ദ്വിതീയ മേഖലയിൽ നിന്ന് എത്ര കിട്ടി, തൃതീയ മേഖലകളിൽ നിന്ന് എത്ര കിട്ടി, ഇത് കണക്കൂട്ടണ്ടേ. അപ്പൊ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്താനായിട്ട് സഹായിക്കും. പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. നമ്മുടെ ദേശീയ വരുമാനം ഒരു 100 കോടിയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ 100 കോടിയുടെ അകത്ത് നിന്നുകൊണ്ടല്ലേ നമുക്ക് എന്തെങ്കിലും ആസൂത്രണം ചെയ്യാൻ പറ്റൂ. അല്ല 100 കോടി കിട്ടുന്ന നമ്മുടെ രാജ്യം 1000 കോടിയുടെ പദ്ധതി ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പം എത്രയാണെന്ന് നമ്മുടെ ദേശീയ വരുമാനം എത്രയാന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്ന ദേശീയ വരുമാനമാണ്. രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിന് ഇപ്പൊ നിങ്ങൾ റീസെന്റ് പത്രം വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും, വായിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ കറണ്ട് അഫയേഴ്സ് ആണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യ ലോകത്തെ സാമ്പത്തിക ശക്തികളിൽ 4ാം സ്ഥാനത്തെത്തി എന്നൊരു റീസെന്റ് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി എത്രയാണ്? 4ാം സ്ഥാനത്താണ്. ലോക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. ഇന്ത്യ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. ഇത് എങ്ങനെയാണ് കണ്ടെത്തിയത്? ദേശീയ വരുമാനം വഴി അല്ലെങ്കിൽ GDP ഒക്കെ കണക്കൂട്ടിയിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് എന്ന് നമ്മൾ മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്തു. ജപ്പാനെ മറികടന്നിട്ടാണ് നമ്മുടെ ഇന്ത്യ ഈ ഒരു സ്ഥാനം കൈയടക്കിയത്. അപ്പൊ ഇതെങ്ങനെയാ? താരതമ്യത്തിലൂടെയല്ലേ നമുക്ക് അങ്ങനെ മറികടക്കാനൊക്കെ പറ്റൂ. അപ്പൊ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനായിട്ട് നാഷണൽ ഇൻകം സഹായിക്കും. രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കാനും സാധിക്കും. നമ്മളിപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻകം എല്ലാം ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത് ഏത് സാധനത്തിനാണ്? ഏകദേശം നമ്മുടെ രാജ്യത്തിന്റെ ആളുകളുടെ സ്വഭാവം അതായിരിക്കൂലേ. ഇപ്പൊ ഒരു രാജ്യം, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നെല്ലാണ് ചെലവായി പോകുന്നത്. ഓക്കെ, ഭക്ഷ്യവസ്തുവായിട്ട് നെല്ലാണ് ചെലവായി പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കൂടുതൽ ആവശ്യം നെല്ലാണ് അല്ലേ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിക്കൂടെ? അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് നാഷണൽ ഇൻകം സഹായിക്കും. സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പൊ എന്താണ്? സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശക്തിയും ബലഹീനതയെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്താനായിട്ടും സാധിക്കും. ഓക്കെ, സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനത അല്ലെങ്കിൽ നമ്മുടെ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയിൽ വരുന്ന ഒരു പരിമിതികളും മേന്മകളും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് നാഷണൽ ഇൻകം വഴി സാധിക്കും. ഓക്കെ, ഇനി നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ടൊരു
3 രീതികളുണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഉൽപാദനം, വരുമാനം, ചെലവ് ആക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ 3 രീതികളായിട്ട് നമുക്ക് തരംതിരിക്കുക. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ, വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ചെലവാക്കലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദേശീയ വരുമാനത്തെ 3 രീതിയിൽ കണക്കാക്കാം. എന്താണ്? ഉൽപ്പന്ന രീതി, പ്രൊഡക്റ്റ് മെത്തേഡ്, വരുമാന രീതി, ഇൻകം മെത്തേഡ്, ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 3 രീതിയിലും നമുക്ക് ദേശീയ വരുമാനത്തെ കണക്കാക്കാം. ഇതിൽ ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് ഉൽപ്പന്ന രീതി വഴി ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്ത പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണ്ടെത്തുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലകളിലും ഒക്കെ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ അതിന് എത്ര പണം കിട്ടി അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ എത്ര വരുമാനം കിട്ടി എന്ന് നോക്കിയിട്ട് ഉൽപാദനത്തിന്റെ ആ ഒരു രീതി കണ്ടെത്തുന്ന, ദേശീയ വരുമാനം കണ്ടെത്തുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളമാണെന്ന് തിരിച്ചറിയാനും അതത് മേഖലകൾക്ക് അർഹമായ പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനും ഈ മേഖല സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളമാണെന്ന് തിരിച്ചറിയുന്നതിനും അതത് മേഖലകൾക്ക് അർഹമായിട്ടുള്ള പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനും നമ്മുടെ ഈ ഒരു ഉൽപ്പന്ന രീതി സഹായിക്കുന്നുണ്ട്. അപ്പൊ ഉൽപ്പന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ പറഞ്ഞു പല സാധനങ്ങളുണ്ട്. ഓക്കെ, പല സാധനങ്ങളുണ്ട്. X1, X2, X3 അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇതിനൊക്കെ എത്ര രൂപ കിട്ടി, ഓരോന്നിന്റെ വില കണക്കൂട്ടി ആ ഒരു വാല്യൂ കണ്ടെത്തും. ഫൈനൽ എത്ര രൂപ കിട്ടി എന്ന് കണക്കൂട്ടുന്നതാണ്, ആകെ പണമൂല്യം കണക്കാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഉൽപാദന രീതി, ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. അപ്പൊ സാധന സേവനങ്ങളുടെ മൊത്ത വാർഷിക മൂല്യമാണ് ഇതിൽ കണക്കാക്കുന്നത് കേട്ടോ. വാർഷിക മൂല്യം കണക്കാക്കി വരുമാനം കണ്ടെത്തുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. അതുപോലെ നമ്മുടെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം വെച്ചിട്ടാണ് നമ്മൾ ഇത് കണക്ക് കൂട്ടുക. അതുപോലെ GVA എന്താണെന്നറിയാമോ? GVA നമ്മുടെ ഗ്രോസ് വാല്യൂ ആഡഡ്, 3 മേഖലകളുടെ ഉൽപ്പന്നത്തിന്റെ മൂല്യം മൈനസ് 3 മേഖലകളിൽ നിന്നുള്ള ഇടനില മൂല്യം. അതായത് നമുക്കറിയാം നമ്മൾ ദേശീയ വരുമാനം എങ്ങനെ കണ്ടെത്തേണ്ടത്? ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂ വെച്ചിട്ടാണ് കണ്ടെത്തേണ്ടത്. പക്ഷെ നമ്മൾ മേടിക്കുന്നതിനകത്ത് ഇപ്പൊ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കേ. ഓക്കെ, ഞാൻ മൈദ മാവ് ഒരു കടയിൽ നിന്ന് മേടിച്ചു. ഓക്കെ, മൈദ മേടിച്ചു, ഒരു കടയിൽ നിന്ന് മുട്ടയും മേടിച്ചു, മൈദയും മേടിച്ചു. ഓക്കെ, അപ്പൊ കുറച്ച് ഷുഗർ മേടിച്ച് ഇവര് ഫൈനൽ ഗുഡ്സ് ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങളായിരിക്കില്ല. ഈ കടയിൽ നിന്ന് ഫൈനൽ ഗുഡ്സ് ആയിട്ട് പോയ സാധനങ്ങളല്ലേ മൈദയുടെ പൊടിയും മുട്ടയും ഷുഗറും ഒക്കെ. അപ്പം ഇത് ഞാനൊരു 100 രൂപയ്ക്ക് മേടിച്ചു എന്ന് വിചാരിക്കും. ഇതെല്ലാം കൂടെ 100 രൂപയ്ക്ക് മേടിച്ചു. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ട് മൈദയും ഷുഗറും മുട്ട എല്ലാം കൂടെ അടിച്ചിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കി. ഓക്കെ, കേക്ക് ഉണ്ടാക്കിയിട്ട് അതേ കടയിൽ ഞാൻ 150 രൂപയ്ക്ക് കൊണ്ട് വിറ്റു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ കേക്ക് മറ്റൊരാൾ വന്ന് മേടിച്ചോണ്ട് പോയി. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മള് സാധനം മേടിച്ചു, ഞാനെന്ന വ്യക്തി 100 രൂപയ്ക്ക് സാധനം മേടിച്ചിട്ട് 150 രൂപയ്ക്ക് വിറ്റപ്പോ എനിക്ക് 50 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, 50 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. ഈ സാധനത്തിന്റെ 50 രൂപയാണ് എനിക്കുള്ളത്. 100 രൂപ എനിക്ക് ഈ സാധനം മേടിക്കാൻ ചെലവായതാണ്. മൊത്തം എത്രേ വരത്തോളൂ? അപ്പോ 150 വരത്തോളൂ. ഈ 100 എക്സ്ട്രാ ആഡ് ആയതല്ലേ? ആ 100 ഇവിടെ ഉണ്ടല്ലോ ഓൾറെഡി. പക്ഷെ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തപ്പോ ഈ 150 വീണ്ടും വന്നില്ലേ? അല്ലെ? അപ്പം എന്താണ് നമ്മുടെ ഫൈനൽ ഗുഡ്സ് ആയിട്ട് നമ്മൾ കണക്കെടുക്കുമ്പോ ഈ 100 രൂപയും പോവും. പിന്നെ നമ്മൾ കടയിൽ കേക്ക് കൊണ്ടുവന്ന് വിറ്റേണ്ട 150 പോയിട്ട് 250 രൂപയെന്ന് വരത്തില്ലേ? യഥാർത്ഥത്തിൽ ആ ഒരു എമൗണ്ട് നമ്മുടെ രാജ്യത്തിന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? GVA കണക്കാക്കും, ഗ്രോസ് വാല്യൂ ആഡഡ് കണക്കാക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഫൈനൽ ഗുഡ്സും മൈനസ് ഇടനില ഇന്റർമീഡിയറ്റ് ഗുഡ്സും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് GVA എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഉൽപ്പന്ന രീതിയിൽ ഇനി നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ കമ്പോളത്തിൽ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കമ്പോളത്തിൽ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും ഏതിൽ വരും? ഉൽപ്പന്ന രീതിയിൽ കണക്കൂട്ടാനായിട്ട് ഉപയോഗിക്കും. സൗജന്യമായിട്ട് നൽകുന്ന ചരക്കുകളും സേവനങ്ങളും
വിറ്റതല്ലാത്തതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. അതുപോലെ സ്ഥിര മൂലധനത്തിൽ നിന്ന് നമ്മൾ സ്വന്തമാക്കുന്ന എന്താണ് സ്വന്തം ഉൽപാദനം, സ്ഥിര മൂലധനത്തിൽ നിന്നുള്ള സ്വന്തം ഉൽപാദനം എല്ലാം നമ്മുടെ ഈ ഉൽപ്പന്ന രീതിയിൽ കണക്കാക്കുന്ന കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് നമ്മൾ കടയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പൊ റെന്റ് ആണെങ്കിലും എല്ലാം, ഇതെല്ലാം എന്താണ് ഇൻകം ആണ് അല്ലെ. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉൽപ്പന്ന രീതിയിൽ വരും. എന്നാൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തില്ല. അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ്? കള്ളപ്പണം, കുഴൽപ്പണം ഒക്കെ ഇല്ലേ? കള്ളപ്പണം, കുഴൽപ്പണം വല്ല കണക്കുണ്ടോ അല്ലേ? കള്ളപ്പണവും കള്ളക്കടത്ത്, നമ്മുടെ സ്വർണ്ണക്കടത്തും, അങ്ങനെ കുറെ കാര്യങ്ങളില്ലേ. അപ്പൊ ഇതിനൊന്നും കണക്കില്ലാതെ രഹസ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒഫീഷ്യൽ അല്ല അല്ലേ. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടുള്ള കള്ളപ്പണം, കുഴൽപ്പണം, സ്വർണ്ണക്കടത്ത്, ചൂതാട്ടം, ഇതൊന്നും ഏതിൽ ഉൾപ്പെടുത്തൂല? ഉൽപ്പന്ന രീതിയിൽ ഉൾപ്പെടുത്തൂല. ഉൾപ്പെടുത്താത്തല്ല അതിന്റെ വിവരങ്ങൾ, ഡേറ്റാസ് ഇല്ല, അതുകൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റൂല. ഓക്കെ. ഇനി സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ, ജലം, വായു ഒക്കെ സാമ്പത്തികേതര പ്രവർത്തനങ്ങളിലാണ് വരുന്നത്, അതും ഉൾപ്പെടുത്തൂല. പിന്നെ ചരക്കുകളുടെ സെക്കൻഡ് ഹാൻഡ്, നമ്മളൊരു വണ്ടി മേടിക്കുന്നു. ഓക്കെ, നമ്മളൊരു മോട്ടോർ സൈക്കിൾ മേടിച്ചു, അത് നമ്മൾ ഒരാവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ അത് വിറ്റു. ഓക്കെ, നമ്മൾ ഇതൊരു 6000 രൂപയ്ക്കാണ് മേടിച്ചത് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ GDP അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻകത്തിൽ എന്ത് ആഡായിട്ടുണ്ട്? 6000 രൂപ ആഡായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇത് മറ്റൊരാൾക്ക് വിറ്റു. എത്ര രൂപയ്ക്ക് വിറ്റു? 2000 രൂപയ്ക്ക് വിറ്റു. സെക്കൻഡ് ഹാൻഡ് അല്ലേ, അത്രയൊക്കെ കിട്ടിയ തന്നെ വായിക്കും. അപ്പൊ 2000 രൂപയ്ക്ക് വിറ്റു. ഇത് ആഡാകുമോ? ഇത് ആഡാകൂല. നമ്മൾ കടയിൽ ഒഫീഷ്യലായിട്ട് ബില്ലടിച്ച് പോയത് മാത്രമല്ലേ ആഡാവത്തുള്ളൂ. ഇത് മറ്റൊരാളെ നിന്ന് 2000 രൂപയ്ക്ക് മേടിച്ചിട്ട് നമ്മളങ്ങ് കൊടുത്തു, അത് ആഡാവൂല. ഓക്കെ, അതായത് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുടെ വാങ്ങലും വിൽക്കലും ഒന്നും നമ്മുടെ ഉൽപ്പന്ന രീതിയിൽ, നമ്മുടെ ദേശീയ വരുമാനത്തിൽ ആഡാകില്ല. പിന്നെന്താണ്? പേയ്മെന്റുകളുടെ കൈമാറ്റം. അതായത് ഇപ്പൊ ഒരു കല്യാണം ഒക്കെ ആണെങ്കിലും, ഒരു പാലുകാച്ചാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ സംഭാവന കൊടുക്കാറില്ലേ? പേയ്മെന്റ് ആയിട്ട് സംഭാവനകൾ, ഡൊണേഷൻ കൊടുക്കാറുണ്ട് അല്ലേ. ഡൊണേഷൻ കൊടുക്കാറുണ്ട്, ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഇതൊന്നും കണക്കാക്കൂല, ഇതൊന്നും ദേശീയ വരുമാനത്തിൽ വരില്ല. ഗിഫ്റ്റ്, ഡൊണേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഏതിൽ വരില്ല? ദേശീയ വരുമാനത്തിൽ ഉൽപ്പന്ന രീതിയിൽ ആഡാക്കില്ല. ഇനി മൂലധന നേട്ടങ്ങൾ, ക്യാപിറ്റൽ ഗെയിൻസും ഇതിനകത്ത് ആഡാക്കൂല. ഇത്രയും അറിഞ്ഞു വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ ദേശീയ വരുമാനത്തിൽ ഉൽപ്പന്ന രീതിയിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളാണ്. ഇനി നമ്മൾ വരുമാന രീതിയിലേക്ക് വരികയാണ്. ആ പേരിൽ തന്നെയുണ്ട് ഇൻകം മെത്തേഡ്. നമുക്ക് കിട്ടുന്ന വരുമാനം അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കും. ഓക്കെ, ഓരോരുത്തർക്ക് എത്ര വരുമാനം കിട്ടിയെന്ന് കണക്കൂട്ടിയിട്ട് ദേശീയ വരുമാനം കണക്കൂട്ടുന്ന രീതിയാണ് വരുമാന രീതി. ഓക്കെ, വരുമാന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിച്ച പ്രതിഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുമാന രീതി കണ്ടെത്തുന്നത്. അപ്പൊ പ്രതിഫലം എന്താണ്? ഭൂമിയുടെ പ്രതിഫലമായിട്ടുള്ള പാട്ടം. ഓക്കെ, ഭൂമിയുടെ പ്രതിഫലമായിട്ടുള്ള പാട്ടം, തൊഴിലിന്റെ അല്ലെങ്കിൽ അധ്വാനത്തിന്റെ പ്രതിഫലമായിട്ടുള്ള വേതനം, മൂലധനത്തിന്റെ പ്രതിഫലമായിട്ടുള്ള പലിശ, സംഘാടനത്തിന്റെ പ്രതിഫലമായിട്ടുള്ള ലാഭം, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ദേശീയ വരുമാനം കിട്ടുന്നതെങ്കിൽ അത് ഏത് രീതിയാണ്? വരുമാന രീതിയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? പാട്ടം, റെന്റ്. ഓക്കെ, അതുപോലെ വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, അതാണ് R+W+I+P എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ദേശീയ വരുമാനം. ഇത് ഏത് മെത്തേഡാണ്? വരുമാന രീതിയാണ്. ഓക്കെ, വരുമാന രീതിയാണ്. ഓക്കെ, അപ്പൊ ഓരോ ഉൽപാദന ഘടകത്തിന്റെയും ദേശീയ വരുമാനത്തിലുള്ള സംഭാവന, ഉൽപാദന ഘടകങ്ങളുടെ സംഭാവന എത്രത്തോളം ആണ് എന്ന് തിരിച്ചറിയാനായിട്ട് വരുമാന രീതി സഹായിക്കും. ഉൽപ്പന്ന രീതി എങ്ങനെയായിരുന്നു? ഓരോ മേഖലയിലെയും, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇങ്ങനെ ഓരോ മേഖലയിലും എത്രയാണ് സംഭാവന കൊടുക്കുന്നതെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഉൽപ്പന്ന രീതിയാണ്. ഓക്കെ, വരുമാന രീതി എന്തിനു സഹായിക്കും? ഓരോ ഉൽപാദന ഘടകങ്ങളുടെ, അതായത് ഭൂമി, തൊഴില്, അധ്വാനം, സംഘാടനം, മൂലധനം, സംഘാടനം. അപ്പൊ ഇതിന്റെ ഇത്രയും രീതിയിൽ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്? അതിൽ ഏറ്റവും കൂടുതൽ ഏതിനാണ് കിട്ടുന്നത്? ഏറ്റവും കുറവ് ഏതിനാണ്? അങ്ങനെ ഉൽപാദന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുമാനം കണ്ടെത്താനായിട്ട്, എന്താണ്, നാഷണൽ ഇൻകം കണ്ടെത്താനുള്ള രീതിയാണ് വരുമാന രീതി എന്ന് പറയുന്നത്. ഓക്കെ, രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപാദക ഘടകങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഈ രീതി നമ്മളെ സഹായിക്കുന്നു. വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ വരുമാനമാണ്. അതായത് GNI ആണ്. നമുക്ക് വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ സഹായിക്കുന്നത് GNI ആണ്. മൊത്ത ദേശീയ വരുമാനമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ,
ഇതിൽ ഒരു കാര്യം കൂടെ അറിഞ്ഞു വെച്ചേക്കാം. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഉൾപ്പെടുത്തുന്നത് സാധാരണ നമ്മൾ പഠിക്കുന്ന മാർക്കറ്റിലെ കാര്യങ്ങൾക്ക് പുറമെ നമ്മുടെ ബ്രോക്കർ കമ്മീഷൻ ഉണ്ടല്ലോ, ബ്രോക്കർ കമ്മീഷൻസും അതുപോലെ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വിൽപ്പനയില്ലേ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഏതിൽ ഉൾപ്പെടും? വരുമാന രീതിയിൽ ഉൾപ്പെടും. കാരണം അതൊരു വരുമാനമല്ലേ. സെക്കൻഡ് ഹാൻഡ് കച്ചവടം നടത്തുന്ന ആള് എന്താ ചെയ്യുന്ന? അയാൾ ഒരു വരുമാനം ഉണ്ടാക്കിയല്ലേ ചെയ്യുന്നത്. അപ്പൊ വരുമാന രീതിയിൽ ഏതും വരും. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുടെ വാങ്ങലും വിൽക്കലും വഴി കിട്ടുന്ന വരുമാനവും വരും. അതുപോലെ ബ്രോക്കറിന് കൊടുക്കുന്ന കമ്മീഷൻസ് ഒക്കെ നമ്മുടെ വരുമാന രീതിയിൽ ഉൾപ്പെടുത്തും. ഓക്കെ, ഇനി ഉൾപ്പെടുത്താത്ത ചില കാര്യങ്ങളുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടം ഏതൊക്കെയാണ്? ലോട്ടറി. ഓക്കെ, ലോട്ടറി, അതുപോലെ എന്തെങ്കിലുമൊക്കെ സമ്മാനം അടിക്കുന്നത് അല്ലെ, സമ്മാന നികുതി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ വരുമാന രീതിയിൽ ഉൾപ്പെടുത്തൂല. ലോട്ടറി ഉൾപ്പെടുത്തൂല, സമ്മാന നികുതി ഉൾപ്പെടുത്തൂല, സമ്പദ് നികുതി ഒന്നും ഉൾപ്പെടുത്തൂല. ഓക്കെ, ഇനി നമ്മൾ ചെലവ് രീതിയെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായിരിക്കും ചെലവ് രീതി? ചെലവാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുക. അതായത് ഒരാൾക്ക് കിട്ടുന്ന വരുമാനം ആയിരിക്കുമല്ലോ അയാൾ ചെലവാക്കുന്നത്. അപ്പൊ അയാൾക്ക് കിട്ടുന്ന വരുമാനം അയാൾ സേവ് ചെയ്യും, കുറച്ച് എന്ത് ചെയ്യും? സ്പെൻഡ് ചെയ്യും അല്ലെ. അപ്പൊ സേവ് ചെയ്യുന്നതും സ്പെൻഡ് ചെയ്യുന്നതും കൂടെ ചേർത്ത് അയാളുടെ വരുമാനം കിട്ടൂലേ. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണ്ടെത്തുന്ന രീതിയാണ് ചെലവ് രീതി. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്ന സാധന സേവനങ്ങളുടെ ആകെ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണ്ടെത്തുന്ന രീതി ഏതാണ്? ചെലവ് രീതി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവിനൊപ്പം നിക്ഷേപവും എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ചെലവായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇയാളുടെ ചെലവെന്ന് പറഞ്ഞാൽ ഇയാൾ സ്പെൻഡ് ചെയ്തതുകൊണ്ട് സേവ് ചെയ്തതുകൊണ്ട്. ഓക്കെ, ഇതിനെ രണ്ടിനെയും സ്പെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ചെലവായിട്ട് തന്നെയാണ് കണക്കൂട്ടുന്നത്. അപ്പൊ എന്താണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ചെലവിനൊപ്പം, വാങ്ങുന്നതിന്റെ ചെലവിനൊപ്പം നിക്ഷേപവും എന്തായിട്ട് കണക്കാക്കുന്നു? ചെലവായിട്ട് തന്നെ കണക്കാക്കുന്നു. ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാരിന്റെ ചെലവ്, സർക്കാർ ചിലവ്, അറ്റ കയറ്റുമതി മൂല്യം എന്നിവ കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ ആകെ ചെലവ് കിട്ടുക. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ആകെ ചെലവ് കിട്ടണമെങ്കിൽ ആൾക്കാരുടെ മാത്രം കൂട്ടിയാൽ മതിയോ? പോരാ. നമുക്കൊരു ഗവൺമെന്റ് ഉണ്ടല്ലേ, നമ്മുടെ ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെയും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം എന്ത് കിട്ടുക? ആ ഒരു വരുമാനം എത്രയാന്ന് കിട്ടുക. അപ്പം ചെലവിനോടൊപ്പം നിക്ഷേപത്തെയും ചെലവായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയുടെ കൂടെ സർക്കാർ ചെലവും അറ്റ കയറ്റുമതി നെറ്റ് എക്സ്പോർട്ട് വാല്യൂവും രാജ്യത്തിന്റെ ചെലവായിട്ട് തന്നെയാണ് കണക്കൂട്ടുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? C+I+G+X-M. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ്, ഉപഭോഗ ചെലവ്. ഉപഭോഗ ചെലവിനോടൊപ്പം എന്ത് ആഡ് ചെയ്യും? നിക്ഷേപ ചെലവ് ആഡ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഐ ആഡ് ചെയ്യും. പിന്നെന്താണ്? സർക്കാരിന്റെ ചെലവ് ആഡ് ചെയ്യില്ലേ, അതാണ് ജി, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ. അതുപോലെ X-M, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിൽ മൈനസ് ചെയ്തിട്ട് അതും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചെലവ് രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് രാജ്യത്തിന്റെ മൊത്ത ദേശീയ ചെലവാണ്. ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് മനസ്സിലാക്കുക. ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ ചെലവ് രീതിയിലൂടെ കണക്കാക്കുന്നത്. ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ, മൊത്ത ദേശീയ ചെലവ്. നമ്മൾ നേരത്തെ പറഞ്ഞ വരുമാന രീതിയിൽ എന്താണ്? ഗ്രോസ് നാഷണൽ ഇൻകം ആണ് കണക്കാക്കുന്നത്. തിരിഞ്ഞോതെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്ന 3 രീതികൾ നാം പഠിച്ചു. ഓക്കെ, അപ്പൊ ചെലവ് രീതിയുടെ കാര്യമൊക്കെ പഠിച്ചത് ഓർത്ത് വെച്ചേക്കുക. ചെലവ് രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്താത്ത കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പൊ നമ്മൾ ഉൾപ്പെടുത്താത്തത് വാർദ്ധക്യ പെൻഷൻ കേട്ടോ, വാർദ്ധക്യ പെൻഷൻ, സ്കോളർഷിപ്പ്, തൊഴിലില്ലായ്മ വേതനം തുടങ്ങിയായിട്ടുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി മാറ്റിവെക്കുന്ന വേതനം, അത് ഏതിൽ ഉൾപ്പെടുത്തൂല? അത് നമ്മുടെ ചെലവ് രീതിയിൽ ഉൾപ്പെടുത്തൂല. അപ്പൊ എന്താണ്? വാർദ്ധക്യ പെൻഷൻ, സ്കോളർഷിപ്പ്, തൊഴിലില്ലായ്മ വേതനം തുടങ്ങിയവയ്ക്കായിട്ട് നമ്മുടെ സർക്കാർ മാറ്റിവെക്കുന്ന പൈസ നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തൂല? ചെലവ് രീതിയിൽ ഉൾപ്പെടുത്തൂല. അത് സ്വകാര്യ അന്തിമ ചെലവായിട്ടാണ് കണക്കാക്കാറുള്ളതെന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 രീതികൾ നാം പരിചയപ്പെട്ടു. ഉൽപ്പന്ന രീതിയിലൂടെ രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ
ഉൽപാദനം എങ്ങനെയാണ്, വിവിധ സാധനങ്ങൾ സേവനങ്ങളുടെ ആകെ പണമൂല്യം എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. വരുമാന രീതിയിലൂടെ മൊത്ത ദേശീയ വരുമാനം കണ്ടെത്താൻ പറ്റും അല്ലെ. മൊത്ത ദേശീയ വരുമാനവും ചെലവ് രീതിയിലൂടെ മൊത്ത ദേശീയ ചെലവും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ 3 രീതികളിലൂടെയും ദേശീയ വരുമാനം കണക്കാക്കിയാൽ ഒരേ ഫലമായിരിക്കും കിട്ടുക. അതായത് വരുമാനം ഉള്ളതനുസരിച്ചല്ലേ ചെലവാക്കുകയുള്ളൂ അല്ലെ, വരുമാനത്തിനനുസരിച്ചല്ലേ ചെലവാക്കുകയുള്ളൂ. അപ്പൊ ഇവിടുന്ന് കുറയുന്നത് അവിടെ കൂടും അല്ലെ, അവിടെ ചെലവാക്കിയ സ്ഥലത്ത് ഇവിടുന്ന് കുറയുന്ന എമൗണ്ട് ആയിരിക്കും അവിടെ കൂടുക അല്ലെങ്കിൽ അവിടെ കാണിക്കുക അല്ലെ. അപ്പൊ എന്താണ്, അത് ഈക്വല് തന്നെയായിരിക്കും. മൊത്തത്തിൽ എന്താണ്, തമ്മിൽ കൂട്ടുമ്പോൾ അത് ബാലൻസ് ആയിട്ട് പോകും. അപ്പൊ എന്താണ്, മൊത്ത ചെലവിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വരുമാനവും ചെലവും എല്ലാം എന്താണ്, ഫലത്തിൽ ഒന്ന് തന്നെ ആയിരിക്കും. ഇനി സർക്കാർ ചെലവ് എന്താണ്, ഉപഭോഗ ചെലവ് എന്താണ്, നിക്ഷേപ ചെലവ് എന്താണ്, അറ്റ കയറ്റുമതികൾ എന്താണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ഇവിടെ സർക്കാർ ചെലവിനെ പറ്റിയാണ് നോക്കുന്നത്. സർക്കാർ ചെലവ് എന്താണ്, ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആവശ്യമായി വരുന്ന ചെലവാണ് സർക്കാർ ചെലവ്. ജനക്ഷേമം ലക്ഷ്യമാക്കി നമ്മുടെ സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ട് വരുന്ന ചെലവാണ് സർക്കാർ ചെലവ് അല്ലെങ്കിൽ പൊതു ചെലവ് എന്ന് പറയുന്നത്. സർക്കാർ ചെലവുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്, വികസന ചെലവുകളെന്നും അടുത്ത എന്താണ്, വികസനേതര ചെലവുകളെന്നും. ഓക്കെ, അപ്പൊ എന്താണ് വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും നമുക്ക് സർക്കാർ ചെലവിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അടുത്ത ഉപഭോഗ ചെലവ്, കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്താണ്, ഉപഭോക്താക്കൾ ഉപയോഗത്തിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്നതാണ് ഉപഭോഗ ചെലവ്. നമ്മുടെ ഉപഭോക്താക്കൾ, കസ്റ്റമേഴ്സ് എന്താണ്, സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടി ചെലവാക്കുന്ന മൊത്തം തുകയാണ് ഉപഭോഗ ചെലവ്. ഇനി ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ നിക്ഷേപ ചെലവ് എന്താണ്, മൂലധന ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്തം ചെലവാണ് നിക്ഷേപ ചെലവ്. ഏതെങ്കിലും ഒരു മൂലധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, ഏതൊരു സാധനത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ ചെലവാക്കുന്നതൊക്കെ ഏതിൽ വരും, നിക്ഷേപ ചെലവിൽ വരും. അതായത് ഇപ്പം പരുത്തി തുണി ഉണ്ടാക്കാനായിട്ട് ഫാക്ടറി ഉണ്ടാക്കി, ഫാക്ടറിയിൽ ചില യന്ത്രങ്ങളൊക്കെ മേടിച്ചു വെച്ചില്ലേ, അപ്പൊ അതെന്താണ്, അതൊരു നിക്ഷേപമാണ്. അതുള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും ഗുണമേ ഉണ്ടാകത്തുള്ളൂ. അതാണ് നിക്ഷേപ ചെലവ്. ഓക്കെ, ഭൂമിക്ക് ലാൻഡിന് വേണ്ടി അല്ലെങ്കിൽ ഭൂമിക്ക് വേണ്ടി അല്ലെങ്കിൽ ലാൻഡിന് വേണ്ടിയുള്ള ചെലവ്, യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ്, ഇതൊക്കെ ഏത് ചെലവായിട്ടാണ് കണക്കാക്കുന്നത്, നിക്ഷേപ ചെലവായിട്ടാണ് കണക്കൂട്ടുന്നത്. ഇനി അറ്റ കയറ്റുമതികൾ എന്താണ്, രാജ്യത്തിന്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അറ്റ കയറ്റുമതികൾ എന്ന് പറയുന്നത്. കയറുന്നതും ഇറങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് എക്സ്പോർട്ട് കിട്ടും. ഓക്കെ, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും മൊത്ത ദേശീയ ഉൽപ്പന്നമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, മൊത്തം എന്ന് എവിടെ, മൊത്തം എവിടെ കണ്ടാലും ഗ്രോസ് എന്ന് ആഡ് ചെയ്യുക. അറ്റ എവിടെ കണ്ടാലും എന്താണ്, നെറ്റ് അതായിരിക്കും അവിടെ കിടക്കുക. നമ്മുടെ എക്കണോമിക്സിൽ ഒരു പ്രധാനപ്പെട്ട തേമാന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക. നമ്മുടെ ഡിഗ്രി ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും മൊത്തം അറ്റന്ന് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്താണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ദേശീയ ഉൽപ്പന്നം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഇതിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഇവിടെ എന്താ എക്സ്ട്രാ വന്നത്, ആഭ്യന്തര അതിർത്തി. ആഭ്യന്തര അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യയാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് റെഫർ ആയിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, അപ്പൊ ഈ ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തി എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവിട്ടിരിക്കുന്ന അത്രയല്ലേ. പിന്നെ നമ്മുടെ ലക്ഷദ്വീപ് ഉണ്ട്, ലക്ഷദ്വീപിന്റെ അതിർത്തി, പിന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ഇത്രയല്ലേ ഇന്ത്യ ഉള്ളൂ. അപ്പൊ ഇന്ത്യയുടെ അകത്ത്, ഈ ഒരു ആഭ്യന്തര അതിർത്തിയുടെ അകത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏതിൽ വരിക, നമ്മുടെ ഈ GDP വരിക, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ വരിക. ഒരു സാമ്പത്തിക വർഷത്ത് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിയുടെ അകത്ത്, ആഭ്യന്തര അതിർത്തിക്ക് ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഭൂപ്രദേശത്തെയാണ് ആഭ്യന്തര അതിർത്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ
വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഉൾപ്പെടുത്തുന്നില്ല. കാരണം എന്താണ്? അത് രാജ്യത്തിന്റെ വെളിയിലാണ്. ഇതിപ്പോ ചൈനയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഒരാൾ ചൈനയിൽ പോയി അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങോട്ട് അയക്കുന്നുണ്ട്, ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ പോലും സ്ഥാപനം എവിടത്തെയാണ്? ചൈനയിലല്ലേ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഓക്കെ, ഇപ്പൊ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയുടെ ആണെങ്കിലും വിദേശത്ത് ആരംഭിച്ച് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ആണെങ്കിലും സംരംഭത്തിന്റെ ആണെങ്കിലും ലാഭം ഏതിൽ കണക്ക് കൂട്ടൂല? ഇന്ത്യൻ സ്ഥാപനമാണെങ്കിൽ പോലും ഇന്ത്യയുടെ GDP-യിൽ കണക്കാക്കൂല. ഓക്കെ, ഉദാഹരണത്തിന് വിദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഒരു സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവന വിശകലനം ചെയ്യാൻ അനുയോജ്യമായ ഒന്നാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആഭ്യന്തര ഉൽപാദനത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശത്തു നിന്ന് നേടുന്ന വരുമാനം കൂട്ടുകയാണെങ്കിൽ അത് ഏതിൽ വരും? അത് നമ്മുടെ GNP-യിൽ വരും. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കാര്യം നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിയിൽ ഉൾപ്പെട്ടു വരുന്ന കാര്യങ്ങൾ ഏതിലാ വരിക? GDP-യിലാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിയിൽ ഉൾപ്പെട്ടു വരുന്ന കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ വരുന്നത് നമ്മുടെ GDP ആണ്. എന്നാൽ ഇതിന്റെ വെളിയിലുള്ള ചൈനയിലുള്ളത് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ സ്ഥാപനമാണെങ്കിൽ പോലും GDP-യിൽ വരൂലെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഏതിൽ വരും? GNP-യിൽ വരും കേട്ടോ. GNP-യിൽ എന്ത് വരും? നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചതും ഇന്ത്യക്ക് പുറത്ത് ഉൽപ്പാദിപ്പിച്ചതുമായിട്ടുള്ള നമ്മുടെ ഇന്ത്യക്കാരുടെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, വല്ലവരുടെയൊക്കെ എടുക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സ്ഥാപനങ്ങളും ഇന്ത്യക്കാരും നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചതും അതിന്റെ പുറത്ത് വേറെ രാജ്യങ്ങൾ വിദേശത്ത് ഉൽപ്പാദിപ്പിച്ചതും വിദേശത്ത് നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനവും അവർക്ക് കിട്ടുന്ന ലാഭവും എല്ലാം ഏതിൽ ഉൾപ്പെട്ടു വരും? GNP-യിൽ ഉൾപ്പെട്ടു വരും. പക്ഷെ ഒരാളെ ഒഴിവാക്കണം. നമ്മുടെ ഇന്ത്യൻ ആഭ്യന്തര അതിർത്തിയിൽ ആരും കാണും? വിദേശികൾ കാണൂലേ? അല്ലെ, വിദേശികൾ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അവരുടെ വരുമാനം അവരുടെ നാടിന്റെ GNP-യിലല്ലേ പോകേണ്ടത്. അതുകൊണ്ട് ഈ GNP കണക്കാക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള വിദേശികളും വിദേശ സ്ഥാപനങ്ങളും നമ്മൾ ഒഴിവാക്കും. ഓക്കെ, അപ്പം നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്ന് നേടുന്ന വരുമാനവും കൂട്ടുകയും അതുപോലെ വിദേശങ്ങളിൽ നിന്ന് നേടുന്ന വരുമാനം കൂട്ടിയിട്ട് വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനം അല്ലെങ്കിൽ വിദേശികൾ ഇന്ത്യയിൽ നിന്ന് നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ GNP എന്ന് പറയുന്നത്. അതായത് ഒരു സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ നിവാസികൾ നമ്മുടെ ഇന്ത്യക്കാർ, ഓക്കെ, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യക്കാർ അല്ലെങ്കിൽ നമ്മുടെ സ്വദേശത്തും വിദേശത്തുമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധന സേവനങ്ങളും എന്താണ്? സാധന സേവനങ്ങളുടെ ആകെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. അപ്പൊ എന്താ പറഞ്ഞത്? GDP-യിലാണെങ്കിൽ ആഭ്യന്തര അതിർത്തിയിലകത്ത് വരുന്നതെല്ലാം ആരുടേതാണ്? GDP-യുടേതാണ്. എന്നാൽ GNP-യിലേക്ക് വരുന്ന അതിർത്തിയുടെ അകത്തുള്ള എല്ലാം ഒന്നും അല്ല പറയുന്നത്. നമ്മുടെ സിറ്റിസൺസ്, നമ്മുടെ രാജ്യത്തിന്റെ നിവാസികൾ എവിടെ പോയിട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാക്കാം, വെളിയിൽ പോയിട്ടുണ്ടാക്കാം, എവിടെ നിന്നുണ്ടാക്കുന്ന ലാഭമാണെങ്കിലും വരുമാനമാണെങ്കിലും ഏതിലാ വരിക? GNP അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിലാണ് വരിക. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യോമ അതിർത്തി വരും. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ലാൻഡ് വെച്ചിട്ട് കണക്കൂട്ടുന്നത് മാത്രമാണോ? അല്ല. നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ ഒരു കുറച്ചേ കാണത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ മുകളില് എന്തുണ്ട്? ആകാശമില്ലേ? അപ്പൊ നമ്മുടെ ഈ അതിർത്തി നമ്മുടെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ സ്വൈര വിഹാരം നടത്തൂലേ അതിലേ കൂടെ. അപ്പൊ അത് നമ്മുടേതാണ്. അപ്പൊ എന്താണ്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ വ്യോമ അതിർത്തി ഒരു ആകാശത്തിലൂടെ വരുന്നത് വരും. ഓക്കെ, അതുപോലെ ജല അതിർത്തി വരും. ജലം, കടലിന്റെ ഒരു ഇത്ര നോട്ടിക്കൽ മൈൽ ആ രാജ്യത്തിൻ്റെതായിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ വരും അല്ലെ. അപ്പം വ്യോമാതിർത്തിയും ജല അതിർത്തിയും ഏതിന്റെ ഭാഗമാണ്? സാമ്പത്തിക അതിർത്തിയുടെ ഭാഗമാണ്. മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും ആരുടെ ഭാഗമാണ്? നമ്മുടെ ഈ ഒരു സാമ്പത്തിക അതിർത്തിയുടെ ഭാഗമാണ്. ഇപ്പം പാകിസ്ഥാനിൽ ഇന്ത്യൻ എംബസി ഉണ്ട്, ചൈനയിൽ ഇന്ത്യൻ എംബസി ഉണ്ട്, നേപ്പാളിൽ ഇന്ത്യൻ എംബസി ഉണ്ട്, ഭൂട്ടാനിൽ ഇന്ത്യൻ എംബസി ഉണ്ട്, അതുപോലെ ബംഗ്ലാദേശിൽ ഇന്ത്യൻ എംബസി ഉണ്ട്. ഇതെല്ലാം ആരുടെ ഭാഗമാണ്? ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയുടെ ഭാഗമാണ് കേട്ടോ.
ഓക്കെ, ഇതെല്ലാം ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയുടെ ഭാഗമാണെന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, ഇനി രാജ്യത്തെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനങ്ങൾ, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനൊക്കെ അവകാശമുള്ള സമുദ്രഭാഗവും സാമ്പത്തിക അതിർത്തിയിൽ വരും. കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകളും എന്തിന്റെ കീഴിലാണ് വരിക? സാമ്പത്തിക അതിർത്തിയുടെ കീഴിലാണ് വരുന്നത്. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യങ്ങളുടെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ സാമ്പത്തിക അതിർത്തിയിൽ പെടൂല. നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ വരൂല. എടാ, നമ്മുടെ രാജ്യത്തിന്റെ എംബസി ഏതൊക്കെ രാജ്യത്തുണ്ടോ അത് നമ്മുടെ സാമ്പത്തിക അതിർത്തി എന്ന് പറയുന്നത് പോലെ അവരുടെ രാജ്യത്തിന്റെ എംബസികൾ ഏത് രാജ്യത്തുണ്ടോ അത് അവരുടെ സാമ്പത്തിക അതിർത്തിയല്ലേ? അതാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ എംബസികളെല്ലാം ഇന്ത്യയുടെ ആണ്, എന്നാൽ മറ്റ് രാജ്യത്തിന്റെ എംബസിയും ഹൈക്കമ്മീഷനും ഒന്നും നമ്മുടെയാന്ന് പറയാൻ പറ്റുമോ? പറ്റൂല, അത് നമ്മൾ ഉൾപ്പെടുത്തൂല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് NNBനെ പറ്റിയാണ്. ഒരു വാഹനമോ യന്ത്രമോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ വർഷം കഴിയുന്തോറും എന്ത് സംഭവിക്കും? അതിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരും. അതായത് ഏതൊരു വസ്തു ആണെങ്കിലും കുറെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതെന്താവും? പഴയതാവും. അതിന് പഴക്കവും തേയ്മാനവും ഒക്കെ സംഭവിക്കും. അങ്ങനെ തേയ്മാനം സംഭവിച്ചാൽ ഒന്നെങ്കിൽ പുതിയ സാധനം വാങ്ങണം, അല്ലെങ്കിൽ അതിന്റെ ആ തേയ്മാനം മാറ്റാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ മേടിച്ചു വെക്കണം, അല്ലെ? അപ്പൊ അതിനൊരു ചെലവില്ലേ? ആ ചെലവിനെയാണ് നമ്മൾ തേയ്മാന ചെലവ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദേശീയ വരുമാനം നമ്മൾ കണക്കാക്കുമ്പോൾ നമ്മുടെ ആകെ കിട്ടിയ വരുമാനത്തിനോടൊപ്പം തേയ്മാന ചെലവ് കുറച്ചിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ഓക്കെ, അപ്പൊ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തേയ്മാന ചെലവുകൾ പരിഗണിക്കപ്പെടാറുണ്ട്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ്, മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് എന്താണ്? തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടുക. എന്താണ് അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടുക? അപ്പൊ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ്. NNB എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്തതാണ് പ്രതിശീർഷ വരുമാനം. എന്താണ് പ്രതിശീർഷ വരുമാനം? പ്രതിശീർഷ വരുമാനം എന്താണ്, അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു സാമ്പത്തിക വർഷത്തിലെ ഒരു സമ്പത്ത് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന മറ്റൊരു അളവ് കോലാണ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു അളവാണ്, മെഷറാണ് എന്തെന്ന് പറയുന്നത്? പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനാണ് നമ്മൾ നാഷണൽ ഇൻകം യൂസ് ചെയ്തത്. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം. ഓക്കെ, അപ്പൊ ദേശീയ വരുമാനത്തെ രാജ്യത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം. ഓരോ ശീർഷം, ഓരോ തലയ്ക്കും എത്ര രൂപ വെച്ച് എന്ന് കണക്കൂട്ടുന്നത്. നാഷണൽ ഇൻകം കണക്കൂട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും രാജ്യം സമ്പന്നമാണ്, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നില്ല. പക്ഷെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോരുത്തരുടെ കയ്യിൽ ഏകദേശം ഇത്ര രൂപ എന്ന രീതിയിൽ ഉണ്ടാവും, അല്ലെ? പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? പ്രതിശീർഷ വരുമാനം. അതിന്റെ ഇക്വേഷൻ ആണ് ദേശീയ വരുമാനം ഡിവൈഡ് ബൈ ആകെ ജനസംഖ്യ. ഓക്കെ, അടുത്തത് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഉള്ള കുഴപ്പങ്ങൾ? എന്താണ്? ദേശീയ വരുമാനം കണക്കാക്കുന്നത് പ്രധാനമായും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. രാജ്യം എത്രാം സ്ഥാനത്താണ് താരതമ്യം ചെയ്യാനൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഈ ശ്രമകരമായ പ്രവർത്തനത്തിന് ഒട്ടേറെ പ്രായോഗിക പ്രയാസങ്ങളും പരിമിതികളും ഉണ്ട്. എന്തൊക്കെയാണ്? കൃത്യമായ സ്ഥിതി വിവര കണക്കുകളുടെ അഭാവം, അല്ലെ? പല ആളുകളും വീട്ടിൽ ജോലി ഉണ്ടെങ്കിലും സർവേ എടുക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ കണക്ക് ചോദിക്കാൻ വരുമ്പം അത് മറച്ചു വെക്കും, അല്ലെ? എന്തിനാണ്? ടാക്സ് ഒക്കെ കുറയ്ക്കാൻ അല്ലെങ്കിൽ വല്ല ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയായിരിക്കും. ഇത്ര രൂപയെ താഴെയുള്ള വരുമാനം ഉള്ളവർക്കാണ് ഇത്ര ആനുകൂല്യം കിട്ടുക എന്ന് പറയുമ്പം ചില ഹൗസ് വൈഫുമാര് എന്ന് നമ്മൾ പറയുന്ന പല അമ്മമാർക്കും പണി ഉണ്ടെങ്കിലും അവർ എന്തെന്ന് എഴുതിയിടും? ഹൗസ് വൈഫ് എന്ന് എഴുതിയിടും, അല്ലെ? ഇപ്പൊ അമ്മമാർക്ക് തയ്ക്കുന്ന പണിയുണ്ടെങ്കിലും അവർ വേറെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരെന്താണ്? നമ്മളെ വീട്ടിൽ വന്ന് പണി എന്താണ് എന്ന് ചോദിക്കുമ്പം എന്താണ്? സർവേ നടത്തുന്നവരോട് അല്ലെങ്കിൽ ഇതെനക്ക് അന്വേഷിക്കാൻ വരുന്നവരടുത്ത് ഹൗസ് വൈഫ് എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ എന്താണ്? അവിടെ വിവരം കറക്റ്റ് ആവുമോ? കറക്റ്റ് ആവില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള സ്ഥിതി വിവര കണക്കുകളുടെ അഭാവം ഒരു കാരണമാണ്. സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ തവണ ഉൽപാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഡബിളിംഗ് കൗണ്ടിങ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഡബിൾ കൗണ്ടിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു 100 രൂപയുടെ
സാധനങ്ങൾ മേടിച്ച് 150 രൂപയ്ക്ക് വിറ്റു. അപ്പൊ 100 രൂപ ആടാക്കപ്പെടും, 150 രൂപ ആടാക്കപ്പെട്ട് മൊത്തം 250 രൂപ വരും. പക്ഷെ യഥാർത്ഥത്തിൽ എത്ര അധികം വന്നിട്ടുള്ളൂ? 50 രൂപ അധികം വന്നിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഉൽപ്പന്നങ്ങളില് സേവനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഈ ഒരു പൈസ ഇരട്ടിയായിട്ട് ചിലപ്പോൾ ഡബിൾ ആയിട്ടൊക്കെ ആഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഡബിൾ കൗണ്ടിങ് ഒരു പ്രശ്നമാണ്. ഇനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇപ്പം എനിക്കൊരു വീടുണ്ട്, ഓക്കെ, ഞാൻ ഒരു സ്വയം പര്യാപ്തയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്താണ് സ്വയം പര്യാപ്തയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, എനിക്ക് കഴിക്കാനുള്ള ഫുഡ്, ഓക്കെ, എൻ്റെ വീടിന്റെ ഫ്രണ്ടില് ഞാനൊരു ചെറിയ സ്ക്വയറിൽ കുറച്ച് നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, നെല്ല് കൃഷി ചെയ്യും. കുറച്ച് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ പച്ചക്കറി, ചീരയും വഴുതന ഉൾപ്പെടെയുള്ള കുറെ പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എനിക്കിവിടെ കിണറുണ്ട്. ഇനി ഞാനിവിടെ പശുവിനെ വളർത്തുന്നുണ്ട്. പശു ആണെന്ന് വെച്ചോ, പശു ആടും ഒക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്തോ. അപ്പൊ പശുവിനെ വളർത്തുന്നുണ്ട്, പശുവും ആടും ഒക്കെ ഉണ്ട്. അപ്പൊ പാലും എല്ലാം അവിടെ ഉണ്ട്. കോഴിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഓക്കെ, കോഴിയുണ്ട്, കോഴിയാണിത്. കോഴിയായില്ല, എന്നാലും ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, അത് കോഴിയാണ്. ഓക്കെ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ എനിക്ക് ഇനി വെളിയിൽ ആശ്രയിക്കണോ? എനിക്ക് ആഹാരം കഴിക്കാനായിട്ട് നെല്ല് അവിടെ ഉണ്ട്, അതുപോലെ പച്ചക്കറികളുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കാം. വെള്ളമുണ്ട്, അതുപോലെ പാല് വേണമെങ്കിൽ പശു ഉണ്ട്, മുട്ട വേണമെങ്കിൽ കോഴിയുണ്ട്, ചിക്കൻ വേണമെങ്കിൽ അതിനെ പിടിച്ച് കറി വെച്ച് തിന്നാം, അല്ലെ? അതായത് എനിക്ക് ഈ പറയുന്ന എല്ലാം ഉണ്ട്. ഒപ്പം പശുവിന്റെ ചാണകമുണ്ട്. ഓക്കെ, പശുവിന്റെ ചാണകത്തിൽ വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കാം, അല്ലെ? അതും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചിട്ട് അവിടുന്ന് ഗ്യാസ് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിൽ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അതും വിചാരിക്കാം. ഇനി എനിക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു തൊഴിലും കൂടെ ഉണ്ട്, തയ്യല്. ഓക്കെ, അന്തസ്സായിട്ട് തയ്ക്കാൻ അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നതിനകത്ത് എൻ്റെ പുറകു സൈഡിൽ ഞാൻ കുറച്ച് പരുത്തി തുണിയുടെയും കൃഷി ചെയ്യുന്നുണ്ട്. ഞാനത് നൂറ്റ് തുണിയും തയ്ക്കുന്നുണ്ട്. എനിക്ക് ഒരു സഹായവും ആവശ്യമില്ല. അല്ലെങ്കിൽ പോട്ടെ, ഇത്രയൊന്നും വലിയ കിടിലങ്ങളായില്ലേലും ഈ തുണി ഇല്ലെങ്കിൽ പോലും ഫുഡ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ല, എനിക്ക് കഴിക്കാനുള്ള ഫുഡ്. അപ്പം ഇതിന് എത്ര രൂപ ചെലവാകുമായിരുന്നു? ഇത് വെളിയിൽ കൊടുത്താൽ കോഴി ഒരു 10 മുട്ട തന്ന ഒരു മുട്ടയ്ക്ക് 7 രൂപ വെച്ചിട്ട് 70 രൂപ കിട്ടുമായിരുന്നു, അല്ലെ? പാലിനാണെങ്കിൽ ഇത് കണക്ക് ഒരു മാസം പാല് കൊടുത്താൽ 1000-1500 രൂപ കിട്ടുമായിരുന്നു. പക്ഷെ ഇതൊന്നും വെളിയിൽ കൊടുക്കില്ല, ഞാൻ ആർക്കും കൊടുക്കൂല. എനിക്ക് സ്വന്തമായിട്ട് കഴിക്കാനാണ്. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് കഴിക്കുന്നതിന്റെ പൈസ കണക്കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും എന്തിൽ വരില്ല? ദേശീയ വരുമാനത്തിൽ വരൂല. അതുപോലെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് വരൂല. ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ വരുമോ? നമ്മുടെ വീട്ടിലെ അമ്മമാര് അടുക്കളയിൽ പണി ചെയ്യുന്നുണ്ടല്ലേ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവർക്ക് അടുക്കള പണിയാണ്. അവർ ആ പണി വേറെ വല്ലയിടത്തും ചെയ്താൽ അവർക്ക് നല്ല ഇൻകം കിട്ടും. പക്ഷെ അവർ വീട്ടിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന അത് വരുമാനം കിട്ടാത്തതായതുകൊണ്ട് നമ്മളത് ദേശീയ വരുമാനത്തിൽ നമ്മൾ അതിനെയും കണക്കാക്കപ്പെടൂല. ഓക്കെ, അപ്പൊ ഇത്തരം പരിമിതികൾ ഉണ്ടെങ്കിലും ഇവ പരമാവധി പരിഹരിച്ചുകൊണ്ട് ദേശീയ വരുമാനം കൃത്യമായി കണക്കാക്കുവാൻ നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലെ വരുമാനം രാജ്യത്തിന്റെ ആകെ വരുമാനത്തെ നിർണ്ണയിക്കുന്നതിനാൽ ഓരോ മേഖലകളും നാം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ സംഭാവന നാം മേഖല തിരിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. ഓരോ മേഖലയുടെയും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന ആ മേഖലയുടെ പ്രവർത്തന നിലവാരത്തെക്കുറിച്ച് മാത്രമല്ല മറ്റു മേഖലകളുമായിട്ടുള്ള പരസ്പര ആശ്രയത്തെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ സംഭാവന എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, 2015 ജനുവരി മുതൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന കൃത്യമായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം, ഗ്രോസ് വാല്യൂ ആഡഡ് ഉപയോഗിച്ച് തുടങ്ങി. അതിനു മുമ്പ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ GDP ആയിരുന്നു നമ്മുടെ മേഖലാതല സംഭാവനകൾ കണക്കാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഈ ഒരു GDP അല്ലെങ്കിൽ നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. 2015 മുതലാണ് ഇവർ കണക്കൂട്ടാനായിട്ട് തുടങ്ങിയത്. അപ്പൊ നമ്മൾ ആദ്യം ഏതാ ഉപയോഗിച്ചിരുന്നത്? GDP ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഏതാണ്? ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് ഇപ്പോ
നിലവിൽ ഉപയോഗിക്കുന്നത്. കാരണം ഇരട്ടിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അതും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, മൊത്ത വർദ്ധിത മൂല്യപ്രകാരം സമ്പദ്ഘടനയിലെ ഓരോ മേഖലയുടെയും സംഭാവന താരതമ്യേന വേഗത്തിലും കൃത്യമായിട്ടും കണക്കാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഈ GVA പ്രകാരം നമുക്ക് ഓരോ മേഖലയുടെ സംഭാവന ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ഓരോന്നും എന്താന്ന് നോക്കാം. മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം എന്താണ്? വാല്യൂ ആഡഡ്, ഗ്രോസ് വാല്യൂ ആഡഡ് എന്താണ്? മൊത്ത വർദ്ധിത മൂല്യം എന്നത് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ്. ഇത് തന്നെയാണ് എല്ലാ സെന്റൻസിലും പറയുന്നത് അല്ലേ? എന്താണ്? സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണ മൂല്യമാണ് ഏത്? മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം എന്ന് പറയുന്നത്. ദേശീയ കണക്കിൽ മൊത്ത ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം കുറച്ചാലാണ് നമുക്ക് മൊത്ത വർദ്ധിത മൂല്യം കിട്ടുക. അതായത് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന മൊത്ത ഉൽപ്പന്നത്തിന്റെ ആ ഫൈനൽ ഗുഡ്സിന്റെ മൂല്യത്തിൽ നിന്ന് ഉപഭോഗ മൂല്യം, നമ്മുടെ ഗ്രോസ് പ്രൊഡക്റ്റ് വാല്യൂയിൽ നിന്ന് ഗ്രോസ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ, ഇടനില ഉപഭോഗത്തിന്റെ മൂല്യം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മൊത്ത വർദ്ധിത മൂല്യം കിട്ടുക. അപ്പൊ എന്താ ഇക്വേഷൻ? മൊത്ത വർദ്ധിത മൂല്യം എന്ന് പറഞ്ഞാൽ മൊത്ത ഉൽപ്പന്ന മൂല്യം മൈനസ് ഇടനില ഉപഭോഗ മൂല്യം എന്ന് പറയാം. ഓക്കെ, അപ്പം ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗമാണ് ഇടനില ഉപഭോഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ്? ഏതെങ്കിലുമൊക്കെ അസംസ്കൃത വസ്തുക്കൾ, ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗത്തെയാണ് ഇടനില ഉപഭോഗം അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ എന്ന് പറയുന്നത്. GVA കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ നമ്മൾ കണക്കാക്കാറുള്ളൂ, അല്ലാതെ അതിന്റെ നികുതിയോ സബ്സിഡിയോ കണക്കാക്കാറില്ല. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. GVA കണക്കാക്കുമ്പോൾ നികുതിയോ സബ്സിഡിയോ നമ്മൾ പരിഗണിക്കാറില്ല, നോക്കി വെച്ചേക്കാം. എന്നാൽ നമ്മൾ GDP ആണ് കണക്കാക്കുന്നതെങ്കിൽ ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന് മേലിൽ നമ്മൾ കൊടുക്കുന്ന സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നാൽ GDP കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന് മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം മൊത്ത മൂല്യവർദ്ധിതത്തോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് GVAയുടെ ഒപ്പം നമ്മൾ ടാക്സും സബ്സിഡിയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? GDP കിട്ടുക. ഓക്കെ, GVAയുടെ ഒപ്പം ടാക്സും സബ്സിഡിയും, പ്രൊഡക്റ്റിന്റെ ടാക്സും പ്രൊഡക്റ്റിന്റെ സബ്സിഡി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GDP കിട്ടും. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ കാലയളവിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്നുള്ള മൊത്ത വർദ്ധിത മൂല്യം GVA ആണ് നമ്മൾ ഇനി ഗ്രാഫിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വിഹിതം നോക്കിയേ, GVAയുടെ വിഹിതമാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് ഈ പച്ച കളർ ഇങ്ങനെ കൂടിപ്പോയേക്കുന്നതായിട്ട് കണ്ടില്ലേ? അതായത് അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് അല്ലേ? പച്ച ഏതാണ്? സേവന മേഖല. നമ്മൾ പറഞ്ഞു സംഭാവന ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഏത് മേഖലയാണ്? സേവന മേഖലയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന മേഖലയാണ് സേവന മേഖല. ഇവിടെ ഒരെണ്ണം നോക്കിയേ, കുറഞ്ഞു വരികയാണ് അല്ലേ? ഇത് ഏത് മേഖലയാണ്? അത് കാർഷിക മേഖല. അപ്പൊ കാർഷിക മേഖലയുടെ സംഭാവന കുറവാണ്, സേവന മേഖലയുടെ സംഭാവന കൂടുതലാണ്. ഏത് വെച്ച്? GVA വെച്ചുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നികുതിയും സബ്സിഡിയും എന്താണ് എന്ന് നോക്കാം. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടി ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ടതാണ് ടാക്സ് അല്ലെങ്കിൽ നികുതി. നമ്മൾ സർക്കാരിന് കൊടുക്കുന്നതാണ് എന്ത്? ടാക്സ് അല്ലെങ്കിൽ നികുതി എന്ന് പറയുന്നത്. അതായത് ജനക്ഷേമത്തിന് വേണ്ടിയും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമ്മൾ സർക്കാരിന് കൊടുക്കുന്നതാണ് ടാക്സ്. ഓക്കെ, ഇനി സാമൂഹിക സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ മേൽ ഗവൺമെന്റ് നൽകുന്നതാണ് എന്ത്? സബ്സിഡി. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ടാക്സ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് എന്താണ്? സബ്സിഡി ആണെന്ന് അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ഇനി സംസ്ഥാനത്തിന്റെ മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം എന്താണ്? നമ്മൾ നേരത്തെ നാഷണലിന്റെ കാര്യമാണ് പറഞ്ഞത്, ദേശത്തിന്റെ കാര്യമാണ്, നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ കേരളത്തിന്റെ കാര്യം വരുവാണെങ്കിൽ കേരളത്തിന്റെ മൊത്ത വർദ്ധിത മൂല്യത്തിലും അതിന്റെ വിവിധ മേഖലകളുടെ സംഭാവനയിലും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പൊ ആ ഒരു മാറ്റം നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഗ്രാഫ് നോക്കിയേ, കേരളത്തിന്റെ സേവന മേഖല എപ്പോഴും ഉയർന്നു തന്നെയായിരിക്കുന്നത്. എന്തുമാത്രം ഉയർത്തിയാന്ന് നോക്കിയേ, വലിയ വ്യത്യാസമുണ്ട്. പ്രാഥമിക മേഖലയും തൃതീയ മേഖലയും തമ്മിലുള്ള അന്തരം ഒന്ന് നോക്കിയേ.
എത്ര വ്യത്യാസമുണ്ട്. അപ്പൊ കേരളത്തിൽ ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്നത് സേവന മേഖലയാണ്. കേരളത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുക്കുന്നത് ഒരു സംശയമില്ലാതെ ഏത് പറയാം, സേവന മേഖല പറയാം. ഇന്ത്യയുടെ കാര്യം വന്നപ്പം അത് വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഗ്രോത്ത് ഉള്ളൊരു സെക്ടറാന്നേ ഉള്ളായിരുന്നു. പക്ഷേ കേരളത്തിന്റെ കാര്യത്തിൽ വന്നപ്പോൾ ഉറപ്പാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ളത് ഏതാണ്, സേവന മേഖലയാണ്. ഓക്കെ, നമ്മുടെ കേരളത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആണ് കൂടുതൽ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷൻ ഒക്കെയാണ് നമ്മൾ കേരളത്തിൽ കൂടുതൽ. അതുകൊണ്ടാണ് അത്രയും കൂടുതലായിട്ട് വരിക. വ്യവസായം അത്ര അങ്ങോട്ട് വളരുന്ന ഒരു സ്ഥലമല്ല, വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഒരു ബാലൻസിൽ അങ്ങ് പോകുന്നതേ ഉള്ളൂ. ഒരു ചെറിയ മാറ്റമൊക്കെ അതിനുള്ളൂ, ഒന്നെങ്കിൽ കൂടി വരും കുറഞ്ഞു വരും, അത് ഗവൺമെന്റിനനുസരിച്ച് മാറി വരും. ഓക്കെ, അതാണ് കേരളത്തിന്റെ സിറ്റുവേഷൻ. പ്രാഥമിക മേഖല നോക്കി ഏറ്റവും കുറവ് പ്രാഥമിക മേഖലയാണ്. ഒരു ഗ്രോത്തും ഇല്ല, വലിയ ഗ്രോത്ത് ഒന്നും ഇല്ല, കൂടിയും കുറഞ്ഞും ഏറ്റവും ചെറിയ രീതിയിലാണ് കാർഷിക മേഖല നിൽക്കുന്നത് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ രീതി. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും മൊത്ത മൂല്യവർദ്ധിതത്തില് തൃതീയ മേഖലയുടെ സംഭാവന മറ്റു മേഖലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, നമ്മൾ ഏറ്റവും കൂടുതൽ സംഭാവന നമ്മുടെ രാജ്യത്തിന് ലഭിക്കുന്നത്, സംഭാവന ധനം ആയിട്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് നമ്മുടെ തൃതീയ മേഖല എന്ന് ഈ രണ്ട് ഗ്രാഫ് നോക്കിയപ്പോഴും നമുക്ക് മനസ്സിലായി. ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, രാജ്യത്തിന്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിംഗ് ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ച, ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച, വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച, ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, കേരളത്തെ മാത്രമല്ല നമ്മുടെ ഇന്ത്യ ആണെങ്കിലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണങ്ങൾ ഏതാണ്, ഈ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇവയെല്ലാം GVA വിഹിതത്തിലേക്കുള്ള തൃതീയ മേഖലയുടെ സംഭാവന വർദ്ധിക്കാനുള്ള കാരണങ്ങളാണ്. ഇനി അറിവധിഷ്ഠിത വ്യവസായം എന്ന് നമ്മളിവിടെ പറഞ്ഞില്ലേ, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച. എന്താണ് ഈ അറിവധിഷ്ഠിത വ്യവസായം? അറിവ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, നോളജ് ആണെന്ന്. അപ്പൊ എന്താണ്, ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്രദമാകുന്ന ചില വ്യക്തിഗത പ്രത്യേകതകളെയാണ് മനുഷ്യ മൂലധനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ്, കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല, ഓക്കെ, എന്റെ കയ്യിൽ 5 പൈസ ഇല്ല, എന്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല, വിൽക്കാനില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ എന്ന വ്യക്തിക്ക് കുറച്ച് ടാലന്റുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക, എനിക്ക് എന്തിൻ്റെങ്കിലുമൊക്കെ സ്കില്ലുണ്ട്, എനിക്ക് നല്ല അറിവുണ്ട്. അപ്പൊ ഞാനാണ് അവിടുത്തെ മൂലധനം. എൻ്റെ കയ്യിലെ സാധനങ്ങളോ എൻ്റെ ചുറ്റുപാടുകളോ അല്ല, ഞാനാണ് അവിടെ മൂലധനമായിട്ട് മാറുന്നത് അല്ലേ. ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കാവുന്ന ചില വ്യക്തിഗത പ്രത്യേകതകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മനുഷ്യ മൂലധനം എന്ന് പറയുന്നത്. ഇവയിൽ മനുഷ്യ വിഭവത്തിന്റെ അറിവ്, കഴിവുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ ഉൾക്കൊള്ളുന്നു. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി ഉപയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല. അപ്പൊ എന്താണ്, ഈ ഒരു സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ വേണ്ടി നമ്മുടെ അറിവും നമ്മുടെ സാങ്കേതിക വിദ്യയും കൂടെ ഒരുമിച്ച് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു മേഖലയെ പറയുന്ന പേരാണ് അറിവധിഷ്ഠിത മേഖല. ഓക്കെ, ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം എന്ന തലത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്. തൃതീയ മേഖലകളുടെ ഭാഗമായി അറിവ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയറുകളുടെ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ വിവര വിനിമയ സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ വരെ കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യ വളർന്നിട്ടുണ്ട്, ഇന്ത്യയുടെ വിവര സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെ വരുന്ന ജനസമൂഹത്തിന്റെ മുന്നിൽ ഇതൊരു വലിയ അവസരവും സാധ്യതയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഫലമായി സാമ്പത്തികമായി മുന്നേറാനും അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കാനും നമ്മുടെ ഇന്ത്യക്ക് സാധിക്കും. അറിവധിഷ്ഠിത മേഖലയുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയതൊക്കെ എന്തിനുദാഹരണമാണ്, ഈ പറയുന്ന അറിവധിഷ്ഠിത മേഖലയ്ക്ക് ഉദാഹരണമാണ്. അതുപോലെ അറിവധിഷ്ഠിത മേഖലയെ പരിപോഷിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. വിവിധ വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ജനസമൂഹം, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച, വിപുലമായ സർക്കാർ സഹകരണ സ്വകാര്യ മേഖലകൾ, അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണികൾ തുടങ്ങിയവയെല്ലാം അറിവധിഷ്ഠിത മേഖലയെ വികസിപ്പിക്കുന്നതിനും അതുവഴി ദേശീയ വരുമാനത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന പരിപോഷിപ്പിക്കുന്നതിനും കാരണമാകുന്ന ഘടകങ്ങളാണ്. ഓക്കെ,
ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, സമ്പത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനും കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇനി തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ട് നോക്കുവാണെങ്കിലോ, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് സേവന മേഖലയാന്ന് പറഞ്ഞു. എന്നാൽ വിവിധ മേഖലകളിലെ തൊഴിൽ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ തൊഴിൽ ഘടനയിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിൽ ചെയ്യുന്ന മേഖല ഏതാണ്? ഇതാ ഇവിടുത്തെ ഗ്രാഫ് ഒന്ന് നോക്കിയേ. നമ്മുടെ ബ്ലൂ കളർ പ്രാഥമിക മേഖലയാണ്. പ്രാഥമിക മേഖല കുറഞ്ഞു വരുന്നുണ്ട്. എങ്കിൽ പോലും നോക്കി ഏതാ ഏറ്റവും കൂടുതൽ? പ്രാഥമിക മേഖല തന്നെയല്ലേ. തൃതീയ മേഖല കൂടി വരുന്നുണ്ട്, ചെറിയ രീതിയിൽ കൂടി വരുന്നു. ഒരു സമയത്ത് ഇത് രണ്ടും ഒരുമിച്ച് വരും, പിന്നെ സേവന മേഖല കയറിപ്പോയി. എന്തായാലും നിലവിൽ ഏതാണ്? പ്രാഥമിക മേഖല തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകൾക്കുള്ള ആപേക്ഷിക പ്രാധാന്യത്തിന്റെ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഘടനാപരമായിട്ടുള്ള പരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഘടനാപരമായിട്ടുള്ള പരിവർത്തനം? രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകൾക്ക് ആപേക്ഷികമായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലേ. ആ മാറ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഘടനാപരമായിട്ടുള്ള പരിവർത്തനം എന്ന് പറയുന്നത്. വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനയിലും അവ ലഭ്യമാക്കുന്ന തൊഴിലവസരങ്ങളും ഉണ്ടാക്കുന്ന മാറ്റം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. അതാണ് സംഘടിത അസംഘടിത മേഖല. എന്താണ് സംഘടിത മേഖല? എന്താണ് അസംഘടിത മേഖല? എന്താണ് തൊഴിൽ മേഖലയിൽ സംഘടിത മേഖല, അസംഘടിത മേഖല എന്ന് നമുക്ക് തൊഴിൽ മേഖലയെ രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, തൊഴിൽ മേഖലയുടെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സംഘടിത മേഖലയെന്നും അസംഘടിത മേഖലയെന്നും പറയുന്നത്. കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, കൃത്യമായ ഒരു നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയും തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം നൽകുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സംഘടിത മേഖല എന്ന് പറയുന്നു. അപ്പൊ സംഘടിത മേഖലയ്ക്ക് എന്ത് കാണും? ഒരു നിയമവ്യവസ്ഥ ഉണ്ടാവും. ഒരു നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളായിരിക്കും അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആയിരിക്കും ഈ ഒരു തൊഴിൽ നൽകുന്നത്. അപ്പൊ അവിടെ എന്താണ്? തൊഴിലാളികൾക്ക് സുരക്ഷിതമായിട്ടുള്ള തൊഴിൽ സാഹചര്യം ഉണ്ടാവും, അവർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പറ്റും. എന്നാൽ എന്താണ്, നമ്മുടെ അസംഘടിത മേഖലയിൽ ഏതെങ്കിലും ഒരു നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ അല്ലാത്തതോ സ്ഥിരമായ കണക്കുകൾ സൂക്ഷിക്കാത്തതോ ആയിട്ടുള്ള സംരംഭങ്ങളാണ് അസംഘടിത മേഖല. അപ്പൊ സംഘടിത മേഖലയിൽ നിയമമുണ്ട്, സുരക്ഷയുണ്ട്. ഓക്കെ, കമ്പനി നിയമം, ഫാക്ടറി നിയമം, സൊസൈറ്റീസ് ആക്ട്, കോപ്പറേറ്റീവ് ആക്ട് തുടങ്ങിയ ഏതെങ്കിലും നിയമം വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമായിരിക്കും ആ ഒരു തൊഴിൽ നൽകുന്നത്. ഏത് നിയമപ്രകാരമാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആ നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകളെല്ലാം പാലിക്കുവാൻ സംഘടിത മേഖലയിലെ യൂണിറ്റുകൾ ബാധ്യസ്ഥരാണ്. ഓക്കെ, ഇനി അസംഘടിത മേഖല എന്താണ്? നമ്മുടെ ഈ ഒരു നിയമത്തിന് കീഴിൽ അല്ലാത്തതും എന്താണ്, ഒന്നിനും കണക്കുകളൊന്നും സൂക്ഷിക്കാത്തതുമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് അസംഘടിത മേഖല എന്ന് പറയുന്നത്, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേക രജിസ്ട്രേഷനോ നിയമാവലിക്കോ വിധേയമാകാതെ അനൗപചാരികമായി സമൂഹത്തിൽ നിലകൊള്ളുന്ന തൊഴിൽ മേഖലയാണ് എന്താണ്? അസംഘടിത മേഖല. അപ്പൊ അതിന്റെ ടേബിൾ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സംഘടിത മേഖല രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖലയാണ്. സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നുണ്ട്. താരതമ്യേന കൂടിയ ശമ്പളമാണ്. തൊഴിൽ സുരക്ഷിതത്വമുണ്ട്. അസംഘടിത മേഖല എന്താണ്? രജിസ്റ്റർ ചെയ്യപ്പെടാത്ത തൊഴിൽ മേഖലയാണ്. സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നില്ല. താരതമ്യേന ശമ്പളം കുറവാണ്. തൊഴിൽ സുരക്ഷിതത്വവും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അസംഘടിത മേഖലയില് ഇങ്ങനെ കുറെ നെഗറ്റീവ്സ് അല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ. അപ്പൊ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ, ദീർഘമായ തൊഴിൽ സമയം, കുറഞ്ഞ വേതനം, ധാരാളം പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്തരം തൊഴിലാളികളെ മികച്ച മാനവ വിഭവമാക്കി മാറ്റിയെടുക്കുന്നത് അതിന് തടസ്സമായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയും ആളുകൾ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അത്രയും മുതൽക്കോട്ടാവുമായിരുന്നു. പക്ഷെ അങ്ങനെ നല്ലൊരു മാനവ വിഭവമാക്കി മാറ്റുന്നതിന് തടസ്സമായിട്ടാണ് ഈ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടർ നിൽക്കുന്നത്. കൂടാതെ ദേശീയ വരുമാനത്തിലേക്കുള്ള ഇവരുടെ സംഭാവന താരതമ്യേന കുറയുന്നതിനും സാമൂഹിക സാമ്പത്തിക അസമത്വം രൂപപ്പെടുത്തുന്നതിനും കാരണമാകുന്നു. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ സംഘടന മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ അപേക്ഷിച്ച് വിവിധ തരം പിന്നോക്ക അവസ്ഥ, അവസരങ്ങളുടെ അഭാവം തുടങ്ങിയ പലതരം പ്രശ്നങ്ങളും
അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത് വിവിധ തരത്തിലുള്ള അസമത്വത്തിലേക്ക് നയിക്കുന്നു. ഇവ ലഘൂകരിക്കാനായിട്ട് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി നിയമങ്ങൾ നടപ്പിലാക്കി വരുന്നു. അപ്പൊ ഈ അസംഘടിത മേഖലയെ അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കുറെ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008. ഓക്കെ, അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008 ആദ്യത്തത്. അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, ഇതെല്ലാം വരുന്നത് നമ്മുടെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലെ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഈ ഒരു നിയമത്തിൽ വരുന്നതാണ്. അപ്പൊ 2008 ഈ നിയമം വന്നതെന്ന് പഠിച്ചു വെച്ചേക്കുക. എന്തിനൊക്കെയാണ്? ആരോഗ്യ സംരക്ഷണം, പ്രസവ ആനുകൂല്യം, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, ഇതൊക്കെ കൊടുത്ത് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ ഒരു നിയമം വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നിട്ടാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ ഇതിന്റെ രൂപീകരിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്രത്തിനും സർക്കാരിനും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മുടെ സാമൂഹിക സുരക്ഷാ കോഡ് 2020. സാമൂഹിക സുരക്ഷാ കോഡ് വന്നതെന്നാണ് 2020. സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമമാണ് ഏത്? സാമൂഹിക സുരക്ഷാ കോഡ് 2020. എന്തിനു വേണ്ടിയാണ്? ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകുന്ന നിയമമാണ് 2020 രൂപീകരിച്ച സാമൂഹിക സുരക്ഷാ കോഡ് 2020. സ്വയം തൊഴിൽ ഏർപ്പെടുന്നവർ, വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, ഇവരെല്ലാം ഈ നിയമത്തിന്റെ ആനുകൂല്യത്തിന് അർഹരാണ്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ, അപകട ഇൻഷുറൻസ്, പ്രസവ ആനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം എന്നിവ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം നിയമങ്ങൾക്ക് പുറമെ തൊഴിലാളികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക, അവർക്ക് വായ്പകൾ ലഭ്യമാക്കുക, തൊഴിൽ നിയമങ്ങൾ കൂടുതൽ അയവുള്ളതാക്കുക തുടങ്ങിയ മറ്റു നടപടിക്രമങ്ങളും സംഘടിത മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗിഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു PSC ചോദിച്ച ഒരു ചോദ്യ മേഖലയാണ്. PYQ ആണ് ഗിഗ് പ്ലാറ്റ്ഫോം. സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് എപ്രകാരമാണ് എന്ന് നോക്കുക. എങ്ങനെയാണ്? പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധത്തിന് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഗിഗ് തൊഴിലാളി എന്ന് പറയുന്നത്. എന്താണ് ഗിഗ് തൊഴിലാളിയുടെ അല്ലെങ്കിൽ ഗിഗ് വർക്കിന്റെ സവിശേഷത? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. ഓക്കെ, സ്വിഗ്ഗി അല്ലെങ്കിൽ നമ്മുടെ ഫുഡൊക്കെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ വണ്ടി എവിടെ നിർത്തുന്നു അതിനടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള കടകളിൽ നിന്നാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്, അല്ലാതെ ഇങ്ങനെ ഫിക്സഡ് ആയിട്ടൊന്നുമില്ല. അപ്പൊ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കും. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണ്. ഇത്ര ടൈമിനുള്ളിൽ ആ സാധനം കൊണ്ടെത്തിക്കണം, അല്ലെ? ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനും സാധിക്കും. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യാവുന്ന സ്വാതന്ത്ര്യം ഇതിനുണ്ട്, ഗിഗ് പ്ലാറ്റ്ഫോമുകൾക്കുണ്ട്. താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഗിഗ് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത, അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഇന്ന് സമ്പദ്ഘടനയുടെ ഒരു പ്രധാന വിഭാഗമായി മാറിയിരിക്കുന്നു. ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യ വിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ തുടങ്ങിയവരെല്ലാം നമ്മുടെ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ വളർച്ച ആ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. സാമ്പത്തിക പുരോഗതിയെ നിർണ്ണയിക്കുന്ന ദേശീയ വരുമാനത്തിന്റെ വളർച്ച പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ആശ്രയത്തിന് അധിഷ്ഠിതമാണ്, അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ആശ്രയത്തിന് വിധേയമാണ് നമ്മുടെ ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യയുടെ വരുമാനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല.
നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനോടൊപ്പം ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിന്റെ കമന്റ് ബോക്സിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ നോട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കുക, ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഒരു കോപ്പി എടുത്ത് വായിച്ചു നോക്കുക. അതിനുശേഷം നമ്മുടെ ക്ലാസ്സിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് ക്വിസ് അവൈലബിൾ ആയിരിക്കും. ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കി, എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളും നോട്ടുകളും ഒന്നും മിസ്സാവാതിരിക്കാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ട്രൂ ടേൺ എന്നാണ് ടെലഗ്രാം ചാനലിന്റെ പേര്. താഴെ അതിന്റെ ലിങ്കും ഉണ്ടാവും. അപ്പം നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു ഓൾ.